പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കത്തിക്കാളുന്ന നരകം എന്ന വിഷയത്തിന്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് നാം ഇന്നലെ അവതരിപ്പിച്ചത്. അല്ലാഹു പടച്ചതമ്പുരാൻ സൃഷ്ടികളുടെ നന്മയും തിന്മയും കണക്കിലെടുത്തുകൊണ്ട് പ്രതിഫലവും ശിക്ഷയും അവർക്ക് വേണ്ടി പങ്കുവെക്കുമ്പോ, പാകം വെക്കുമ്പോ, ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലും മറുവിഭാഗം നരകത്തിലുമായി അല്ലാഹു പടച്ചതമ്പുരാൻ മാറ്റിവെക്കുമ്പോൾ നരകത്തിൽ പോകുന്ന വിഭാഗത്തിന്റെ അവസ്ഥാവിശേഷങ്ങളെ ഒന്ന് വിശദീകരിക്കുക, അത് മനസ്സിലാക്കിയിട്ട് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഉതകുന്ന പ്രവർത്തനങ്ങളെ ദുനിയാവിന്റെ ചുറ്റുപാടിൽ ചെയ്ത് ഈമാനോടുകൂടി മരണപ്പെടുക എന്ന ലക്ഷ്യമാണ് ഇന്നലെയും ഇന്നത്തെയും ആ വിഷയം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നരകത്തിന്റെ ഒന്നാമത്തെ കവാടത്തെ കുറിച്ചാണ് നാം ഇന്നലെ ചർച്ച ചെയ്ത് അവസാനം നിർത്തിയത്. ജഹന്നം എന്ന പേരാണ്. അതിലൂടെ കടന്നു പോകുന്നത് ഭൗതിക ലോകത്ത് എപ്പോഴും ഒന്നാം സ്ഥാനത്തായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അഹങ്കാരികളും ധിക്കാരികളുമായ ധാർഷ്ട്യ സ്വഭാവമുള്ള ജനങ്ങളാണ് നരകത്തിന്റെ ഒന്നാമത്തെ കവാടത്തിലേക്ക് കടന്നു പോകുന്നത് എന്ന് നാം ഇന്നലെ ചർച്ച ചെയ്തു. ലോകത്ത് ആരുടെ മനസ്സിലും അല്ലാഹു ഒരൽപ്പ സ്വൽപ്പം ഉയർച്ച കൊടുത്താൽ, ഉന്നതി കൊടുത്താൽ, പുരോഗമനം കൊടുത്താൽ, പദവി കൊടുത്താൽ, പവർ കൊടുത്താൽ വളരെ പെട്ടെന്ന് കടന്നു വരുന്ന ഒരു മാരക രോഗമാണ് അഹങ്കാരം എന്ന രോഗം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്വർഗത്തിന്റെ അണു അളവ് അഹങ്കാരം കൽബിന്റെ അകത്തുള്ളവന് സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് പോലും കടക്കുവാനുള്ള അവകാശമില്ല, അർഹതയില്ല എന്നാണ്. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ, അഹങ്കാരത്തിന്റെ അണു അളവ് കൽബിലുള്ളവന് സ്വർഗത്തിൽ പ്രവേശനമില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടാ പോയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. പെട്ടെന്ന് കടന്നുവരാ സാധ്യതയുള്ള, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നുവരാ സാധ്യതയുള്ള ജനപിന്തുണയും അധികാരവും പവറും പണവും സുഖവും സുശുദ്ധിയും മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഈ ഭൗതികമായ ചുറ്റുപാടിൽ കടന്നുവരാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ കൂടെ വരാൻ സാധ്യതയുള്ള ഒരു മാരകമായ രോഗമാണ് കിബർ അഥവാ അഹങ്കാരം. അള്ളാഹു അതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അത് നരകത്തിന്റെ ഒന്നാമത്തെ കവാടത്തിൽ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത്. രണ്ടാമത്തെ കവാടത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗം, രണ്ടാമത്തെ കവാടത്തിന് രണ്ട് പേരുകൾ എന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഒന്ന് ഇസ്മുഹു ലല്ലാ, ഒന്ന് ലല്ലാ എന്നാണ് പേര്, മറ്റൊന്ന് ദാത്തുൽ ലഹബ് എന്നും പറയും. അതിലൂടെ കടന്നു പോകുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, തബ്ബത് യദാ ബി ലഹബിൻ വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് യസ്ലാ നാറൻ ദാത ലഹബ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ആരാണ് ദാത്തുൽ ലഹബ് എന്ന് പറയുന്ന നരകത്തിന്റെ രണ്ടാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നത്? ഖുർആൻ സൂറത്തുൽ ലഹബ് പറയുന്നു, അല്ലെങ്കിൽ സൂറത്തുൽ മസദ് പറയുന്നു, ലോകത്താദ്യമായി പൊന്നാര നബിതങ്ങളുടെ പ്രബോധനത്തിന്റെ പ്രഥമ കവാടത്തിൽ കാലെടുത്ത് വെച്ചുകൊണ്ട് ലോകത്തിന്റെ നായകന്റെ പരിശുദ്ധ ഭൂമുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട്, തബ്ബൻ ലക യാ മുഹമ്മദ്, ഈ മുഹമ്മദേ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞ അബൂലഹബ് കടന്നു പോകുന്ന നരകമാണ് രണ്ടാമത്തെ കവാടം. നരകത്തിന്റെ ഇസ്മുഹു ലല്ലാ എന്ന് പറയുന്ന രണ്ടാമത്തെ കവാടത്തിന് ലല്ലാ എന്ന് പേര് പറയുന്ന പണ്ഡിതന്മാര് പറയുന്നു, ആ കവാടത്തിലൂടെ കടന്നു പോകുന്നതാരാ? സാമ്പത്തിക സൂക്ഷ്മത പാലിക്കാത്തവരാണ്. എന്ന് പറഞ്ഞാൽ ഹറാമ് സമ്പാദിക്കുക, ഹറാമ് ചെലവഴിക്കുക, ഹറാമിന് വേണ്ടി ചെലവഴിക്കുക.
ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് പറഞ്ഞു വെച്ച വിഷയം അതാണ്. അള്ളാഹുവിന്റെ പരലോകത്ത് 4 കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കാതെ 50,000 കൊല്ലം കൊണ്ട് ചോദിക്കുന്ന ആകെ 4 ചോദ്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് യുവത്വത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങളോട്. മസ്ജിദുൽ അബ്റാർ യൂത്ത് ഫെഡറേഷന്റെ കാരണത്തിന്റെ ഒന്നാമത്തെ കാരണം യുവത്വത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കുമെന്നത് കൊണ്ട് അറിവുള്ളവരുമായി ബന്ധപ്പെട്ട് അതിനൊരു ഒത്തുതീർപ്പുണ്ടാക്കലായിരുന്നു. അള്ളാഹുവിന്റെ പരലോകത്തെ രണ്ടാമത്തെ ചോദ്യം, പ്രിയമുള്ളവരെ, വാൻ മാലിഹി ഇമാ അഫ്നാ, അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന സമ്പാദ്യം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അള്ളാഹു കാരുണ്യവാനാറ പടച്ചതമ്പുരാനാളെ പരലോകത്ത് ചോദിക്കുമ്പോൾ സൂക്ഷ്മതയില്ലാതെ ആരെ പറ്റിച്ചും ആരെ വഞ്ചിച്ചും ആരെ തട്ടിച്ചും മോഷണം നടത്തിയും പലിശയ്ക്ക് കൊടുത്തും ശരീര കച്ചവടം നടത്തിയും വസ്തുവിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി പാര വെച്ച് മറ്റുള്ളവരെ കണ്ണീര് കൊണ്ട് നോട്ടെണ്ണയിട്ട് ജീവിതം നയിക്കുന്ന സമുദായത്തിന്റെ സഹോദരങ്ങൾ പഠിച്ചോ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നാളെ നിന്റെ പരലോകത്ത് ഈ സമ്പത്തിനെ കുറിച്ച് ചോദിക്കുമെന്ന്. നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന സമ്പാദ്യമുണ്ടല്ലോ, അത് നമ്മളൊന്ന് മറഞ്ഞു വീണുപോയാൽ നമ്മെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആ പണത്തിന് സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ഭൗതിക ലോകത്ത് പണമുണ്ടാക്കാൻ ആഗ്രഹമില്ലാത്തവരായി ആരുമില്ല സഹോദരൻ, ആരുമില്ല. നമ്മുടെ നാട് മൂവാറ്റുപുഴയിലൂടെ മുകേഷ് അംബാനി നടന്നുപോയാലും വഴിയിൽ ഒരു 100 രൂപ കിടന്നാൽ എടുത്തിട്ട് പോകും. മൈക്കൊന്നൂടെ റെഡിയാക്കി വെക്കണം, ഒരു മുഴക്കമുണ്ട് ചെറിയ, ഇന്നലെ വെച്ചോലൊന്നും വെക്കാൻ പറയാം. പുറകിൽ കുറച്ച് കസേരയോട് ഒഴിവുണ്ട്, വേഗം എല്ലാവരും ഒന്ന് അതിലേക്ക് കടന്നിരുന്ന. ആദ്യം വരുന്നവര് മുമ്പിൽ ഇരുന്നാണ് നേരത്തെ. അങ്ങനെ ഇരുന്നപ്പോ ഇനി ഏറ്റവും ലാസ്റ്റ് വരുന്നവർക്ക് പുറകിലേക്ക് ചെന്നിരിക്കാനൊരു മടിയിൽ തോന്നണ്ട. നമുക്ക് സ്ഥല സൗകര്യം ഉണ്ട്, അതിനകത്തൂടെ ചെന്ന് ഏറ്റവും പുറകിൽ കാര്യമായിരിക്കാനുള്ള സൗകര്യം നമ്മുടെ സംഘാടകർ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുമിച്ച് കണ്ണുനീരോടുകൂടി ദുആ ചെയ്ത് നരകമെന്ന വിഷയത്തിന്റെ സമാപനം പറഞ്ഞ് ദുആ ചെയ്ത് പിരിയേണ്ട ഒരു പരിശുദ്ധ വേദിയാണ്. സന്തോഷമായിട്ട് തന്നെ എല്ലാ സഹോദരിമാരും സഹോദരങ്ങളും നമ്മുടെ നാട്ടില് അൽഹംദുലില്ലാഹ് വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് മാത്രം തുടക്കം കുറിച്ച പള്ളിയുടെ എല്ലാ കാര്യങ്ങളുമായി നല്ലൊരു ബന്ധം നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനവർക്ക് കൊടുക്കാൻ കഴിയുന്ന കൊടുത്തുകൊണ്ടും ചെയ്യാൻ കഴിയുന്നത് ചെയ്തുകൊണ്ടും എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ നമ്മുടെ സഹോദരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അബൂലഹബ് കടന്നു പോകുന്ന നരകത്തിന്റെ രണ്ടാമത്തെ കവാടം. അള്ളാഹു പ്രവാചകനെ ചീത്ത വിളിച്ചതുകൊണ്ട്, പ്രവാചകനെ പരിഹസിച്ചതുകൊണ്ട്, പ്രവാചകനെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് അള്ളാഹു അവന് അദാബ് കൊടുക്കുന്നവർ പറഞ്ഞിട്ട് ആ കൊടുത്ത അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ സമ്പാദിച്ച സമ്പാദ്യ കൂട്ടങ്ങൾ കൊണ്ട് സാധ്യമല്ല എന്നും അള്ളാഹുവിന്റെ ഖുർആൻ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സാമ്പത്തിക സൂക്ഷ്മത പാലിക്കാത്തവർക്കാണ് ലല എന്നാണ് നരകത്തിന്റെ രണ്ടാമത്തെ കവാടത്തിന്റെ പേര് എന്ന് പറയുന്ന പണ്ഡിതന്മാര് പറയുന്നത്. ലല, സാമ്പത്തിക സൂക്ഷ്മത. പെട്ടെന്ന് നമുക്ക് ഈ സൂക്ഷ്മത പാലിക്കാൻ പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരൂല. കാരണം കാശ് ഒരുപാട് കടന്നു വരുമ്പോ എങ്ങനെയാണ്, ഇപ്പോ നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നു കൊണ്ട് ആലോചിക്കും, അള്ളാഹുവേ എനിക്ക് കാശ് അള്ളാഹു തന്നിരുന്നെങ്കിൽ മൈലൂര് പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 50,000-ഉം 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ ഞാൻ കൊടുത്തനെ. പക്ഷെ എന്റെ കയ്യിൽ കാശില്ല. ഉണ്ടെങ്കിൽ കൊടുത്തനെ എന്ന് പറയും. പക്ഷെ കാശുണ്ടാകുമ്പോ ഇത് പറയുന്ന സദസ്സിൽ പോലും ചിലപ്പോ വന്നിരിക്കാൻ നമുക്ക് സമയമുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ നാട്ടിൽ മൈലൂരുള്ള ഏകദേശമുള്ള ആൾക്കാരൊക്കെ അതിനെന്തായാലും വന്നിട്ടുണ്ടാവും. എന്നാലും വരാത്തവരുടെ ലിസ്റ്റ് നിങ്ങളൊന്ന് കണക്കെടുക്കുക. മൈലൂര് വാത് കേൾക്കാൻ വരാത്തവരുടെ ഒരു കണക്ക് നിങ്ങൾ എടുത്തു നോക്കുക. എല്ലാവരും ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ഈ നാട്ടിലെ യൂത്ത് ഫെഡറേഷന്റെ പ്രവർത്തകരും ഇതിന്റെ ഇവർക്ക് ഉപദേശ നിർദ്ദേശം കൊടുക്കുന്ന കബീർ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരും ഒക്കെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ വരാതിരിക്കുന്നവരൊക്കെ ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്ക് സാമ്പത്തികം കൊടുത്ത് അനുഗ്രഹിച്ചവരാണ്. കാരണം അവർക്ക് വന്നിരിക്കാൻ തോന്നൂല. കാരണം ഇതൊരു നാണം കെട്ട പരിപാടി. ഈ വാത് പറയുക, വാത് കേൾക്കുക, അവിടെ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പോലെ സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് ചേർന്ന പരിപാടിയല്ല. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ?
മൂപ്പര വിചാരം 1000ന്റെ നോട്ടുകൾ പോക്കറ്റിൽ ഉണ്ടാവുക, മക്കളെല്ലാവരും റാഡോ വാച്ച് തന്നെ കെട്ടുക, കാർ ഷെഡിൽ 5-6 വണ്ടി എടുത്തിടുക, ഇതാണ് സ്റ്റാൻഡേർഡ് എന്ന് കരുതിപ്പോയാൽ സ്റ്റാൻഡേർഡ് അതല്ല. യഥാർത്ഥ സാമ്പത്തികം, യഥാർത്ഥ സ്റ്റാൻഡേർഡ്, യഥാർത്ഥ മുതലാളി എന്ന് പറഞ്ഞാൽ മാനസികമായി സമാധാനമുള്ള, സംതൃപ്തിയുള്ള, സന്തോഷമുള്ളവൻ. എനിക്ക് ശരിയായില്ലേ ഇതുവരെ? ഇന്നലത്തെ പോലെ ഇന്നലെ മിനിങ്ങാനും പോലെ ആയില്ലല്ലോ. എന്തോ ചെറിയ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. സലാത്തൊന്നും ചെല്ലാതെയാണോ വന്നിരുന്നത്? സാധാരണ മൈക്രോസിറ്റാൻ ദുആ ചെയ്യാറില്ല, ലാസ്റ്റ് ദിവസം ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇന്നലെ ചെയ്യാത്തതുകൊണ്ട് ഇനി ഇടയിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാണെന്ന് ഞാൻ പോയി. അപ്പോ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു സുഖവും സന്തോഷവും വന്നാൽ അള്ളാഹുവിനെ മറക്കുന്നത് സ്വാഭാവികമാണ്. ഇപ്പോ പള്ളിയുടെ മാടപ്രാവ് എന്നറിയപ്പെട്ടിരുന്ന ഒരാളാണ് സഅലബ എന്ന് പറയുന്ന മനുഷ്യൻ. പള്ളിയുടെ മാടപ്രാവ്, പള്ളിയുടെ മാടപ്രാവ് എന്ന് പേര് കിട്ടാൻ കാരണം എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കൊണ്ടാണ്. സദാസമയം അള്ളാഹിന്റെ പള്ളിയുടെ അടുത്തുണ്ടാവും, എപ്പോഴും അള്ളാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ എന്തേ സഅലബത്തിന് സംഭവിച്ചു പോയത്? നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഓടുന്ന സഅലബത്തിനോട് അള്ളാന്റെ റസൂല് ചോദിച്ചു, സഅലബ ഇത്ര പെട്ടെന്ന് നീ എവിടെ പോവാ? അള്ളാന്റെ റസൂലേ, എന്റെ വീട്ടുകാർക്ക് നിസ്കരിക്കണമെങ്കിൽ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൂടി കൊടുത്ത് ഔറത്ത് മറച്ചിട്ട് നിസ്കരിക്കാൻ കഴിയൂ, അത്രയ്ക്ക് ദാരിദ്ര്യത്തിന്റെ നീർച്ചുഴിയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബത്തിന് ആ പരിശുദ്ധമായ കരങ്ങൾ കൊണ്ടൊരു സമ്മാനം കൊടുത്തു. ഒരാട് അള്ളാന്റെ റസൂല് കൊടുത്തു. ആട് വളർത്തി നല്ലതുപോലെ ജീവിച്ചോളാൻ പറഞ്ഞു. അവസാനം ആടിങ്ങനെ പെറ്റി പെരുവി ശരിക്ക് ആട് മുതലാളിയായി മാറി, വലിയ ബിസിനസ്മാനായി മാറി. പിന്നെ പള്ളിയിൽ വരാൻ നേരം കിട്ടണില്ല. കൃത്യമായി വന്നുകൊണ്ടിരുന്ന മാടപ്രാവ് എന്നറിയപ്പെട്ട ആള് അവസാനം 5 വക്കത്തിന് വന്നുകൊണ്ടിരുന്ന ആള് 4 വക്കത്തിനായി, 4 3ആയി, 3 2ആയി, തീരെ കാണാതായി. അവസാനം അന്വേഷിച്ച ആളെ വീട്ടിലേക്ക് വിടേണ്ടുന്ന ഗതികേട് വന്നു. എന്തുകൊണ്ടാ? പണം ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനും നിങ്ങളും, നമ്മുടെ സഹോദരിമാരെല്ലാം പണ്ട് അല്ലാഹുവിന്റെ പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോൾ ഓളത്ത് കിടക്കുന്ന ഷാലെടുത്ത് തലയിലേക്ക് ഇട്ടുകൊണ്ട് ആ ബാങ്കിന് മറുപടി പറയുമായിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പോലും നെറ്റിന്റെ ചുരിദാർ പോലെ ശരീരത്തിന്റെ നഗ്നത പുറത്തെറിയിക്കുന്ന വസ്ത്രം വാങ്ങി ശരീരത്ത് ഒട്ടിച്ചു വെച്ചുകൊണ്ട് അള്ളാന്റെ പള്ളിയുടെ മുമ്പിലൂടെ പോകുമ്പോ പോലും അതിനോടൊരു ബഹുമാനം കൊടുക്കാതെ കടന്നു പോകുന്നതിന്റെ കാരണം എന്താ? പണ്ട് ഒരു നേരത്തെ അന്നത്തിന്റെ ബുദ്ധിമുട്ട് ഈ സമുദായത്തിന് അറിയുമായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിന്റെ കഷ്ടപ്പാട് ഈ പ്രിയപ്പെട്ട സമുദായത്തിന്റെ മാതാപിതാക്കൾക്ക്, രക്ഷകർത്താക്കൾക്ക് അറിയുമായിരുന്നു. ഇന്നുണ്ടോ പ്രിയപ്പെട്ടവരെ അതിന്റെ ബുദ്ധിമുട്ട്? എന്റെയും നിങ്ങളുടെയും വീടിന്റെ അകത്ത് ഫ്രിഡ്ജ് തുറന്നു നോക്കിയാൽ 1000കണക്കിന് ഭക്ഷണത്തിന്റെ അടുക്കും ചിട്ടയും കാണാൻ സാധിക്കുമെങ്കിൽ ദിവസങ്ങളോളം സുഭിക്ഷമായി കഴിക്കാനുള്ള, മാസങ്ങളോളം വർഷങ്ങളോളം ആഡംബരത്തോടെ ജീവിക്കാനുള്ള സാമ്പത്തിക ശേഷി അല്ലാഹു പടച്ചതമ്പുരാ നമുക്ക് തന്നിരിക്കുന്നോ? അല്ലാഹുവിനോടുള്ള കടമയും കടപ്പാടും ബാധ്യതയും ഞാനും നിങ്ങളും മറന്നുപോവല്ല. അങ്ങനെ മറന്ന് സാമ്പത്തികമായ പരാധീനതകൾ സംഭവിച്ച് സാമ്പത്തികമായ വിഷയത്തിൽ അള്ളാന്റെ പൊരുത്തക്കേട് വാങ്ങിയിട്ടാണ് പോകുന്നതെങ്കിൽ അള്ളാഹു പടച്ചതമ്പുരാന്റെ മുന്നിൽ ഞാനും നിങ്ങളും വിഷമിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പണ്ടൊരു മുസ്ലിം സഹോദരൻ ഒരു പത്രത്തിൽ എഴുതിയതാ, മുസ്ലിം സമുദായത്തിന്റെ എണ്ണം കൂടിയതിലോ വണ്ണം കൂടിയതിലോ നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അവരെ ഒതുക്കി നിർത്താൻ ഒരൊറ്റ കാര്യം മതി, ഒരു കാണിക്കപ്പെട്ടിയും വെച്ച് ഒരു ചെറിയ തക്കാവും വെച്ച് കൊടുത്താൽ മതി. അവരതിന്റെ പിന്നിൽ യോഗവും ചേർന്ന് കമ്മിറ്റിയും കൂടി അടികൂടി കത്തിക്കുത്ത് നടത്തി അവരങ്ങനെ ഇരുന്നോളും. പുതിയ ഇമാമിനെ പഴയ ആൾക്കാർക്ക് ഇഷ്ടമല്ല, പഴയ ഇമാമിനെ പുതിയ ആൾക്കാർക്ക് ഇഷ്ടമല്ല, പഴയ അമ്മറ്റിയെ പുതിയ അമ്മറ്റിക്ക് ഇഷ്ടമല്ല, പുതിയ അമ്മറ്റി പഴയ അമ്മറ്റിക്കാരെ ഇഷ്ടമല്ല, മോദി സാഹിബിനെ ഇഷ്ടമല്ല, ചോറെടുക്കണവരെ ഇഷ്ടമല്ല, അടുത്ത് നിസ്കരിക്കാൻ നിന്ന കുറ്റം, അങ്ങോട്ട് ചാരിയിരുന്ന കുറ്റം, നീങ്ങിയിരുന്ന കുറ്റം, ഇങ്ങനെ ഈ കുറ്റങ്ങളും കുറവുകളുമായി ആ നാട്ടിലെ ചെറിയ മസ്ജിദ് അങ്ങ് ഒതുങ്ങിക്കൊള്ളും എന്ന് ഒരു ഹൈന്ദവ മതത്തിലെ സഹോദരൻ ചിന്തിച്ചു പോയത് തെറ്റല്ല, ശരിയാണ്. നമ്മുടെ അവസ്ഥയൊക്കെ ഏതാ? കൊല്ലം ജില്ലയുടെ മയ്യത്തിങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ ഒരു വലിയ കിടന്നുറങ്ങുന്ന പള്ളിയുടെ മുമ്പിൽ ആ കാണിക്ക വഞ്ചിക്കകത്ത് 50,000ന്റെ നോട്ടാണ് ചിതലെടുത്തു പോയി, നുരുമ്പിപ്പോയത്. എന്തുകൊണ്ടാ? സ്റ്റേ ചെയ്തിരിക്കുന്നു, 2 പള്ളിക്കാര് തമ്മിൽ അടിയാണ്.
അതെനിക്ക് വേണം. രണ്ട് പള്ളിക്കാരും തമ്മിൽ അടിയായപ്പോ കേസായി. ഗവൺമെന്റ് ആ പൈസ കുറച്ചു നാളത്തേക്ക് എടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. അവസാനം തുറന്നു നോക്കിയപ്പോ നുരുമ്പിപ്പോയ നോട്ടുകെട്ടുകൾ മാത്രം കണക്കാക്കിയപ്പോൾ 50,000 പുറത്തുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പേരിൽ നിയ്യത്ത് ചെയ്തിട്ട പൊതുസ്വത്താണ്. പള്ളിയുടെ ആവശ്യത്തിന് എടുക്കാം അത്, പക്ഷേ അതിന് പോലും ഉപയോഗപ്പെടുത്തിയില്ല. ലോകത്തിന്റെ എത്രയോ ഭാഗത്ത് അള്ളാഹു ഒരുപാട് രോഗം കൊടുത്ത് കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഒരുപാട് പറയുന്നത്. നമ്മുടെ ഈ നാടിന്റെ പരിസരത്ത് അഞ്ചൽപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പത്രത്തിലൊക്കെ വന്ന വാർത്തയാണ്. നിഷാദ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട മുസ്ലിം സഹോദരൻ, ആ സഹോദരന് വൃക്ക തകരാറിലായിട്ട് 10-15 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആ സഹോദരന്റെ കൂട്ടുകാരും ബന്ധുക്കളും കുടുംബക്കാരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ലോകത്തിന്റെ നാനാഭാഗത്ത് ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ പൊടിച്ച് തകർത്ത് കളയുമ്പോ പ്രിയമുള്ളവരെ, വാൻമാലിഹി ഫീമാ അഫ്നാ, എങ്ങനെയാണ് നിന്റെ പണം നീ ചെലവഴിച്ചില്ലാതാക്കി കളഞ്ഞത് എന്ന് അള്ളാഹു ചോദിക്കുമത്രേ. ധനമെങ്ങിനാ നീ അന്ന് സമ്പാദിച്ചതും അത് ഏതു മാർഗമിലാണ് ചിലവ് നീ ചെയ്തതും. എങ്ങനെയാണ് സമ്പാദിച്ചത് എന്ന ചോദ്യമുണ്ടാവും, എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന ചോദ്യമുണ്ട്. ഇത് രണ്ടിനും അള്ളാഹു പൊരുത്തപ്പെടുന്ന മറുപടി പറയാൻ കഴിയാത്തവർക്ക് നരകത്തിന്റെ രണ്ടാമത്തെ കവാടം അവർക്കാണ്. നമ്മൾ എങ്ങനെയാണ് പണം സമ്പാദിച്ചത്? കിട്ടാൻ പറ്റുന്ന ഭാഗത്തു നിന്നൊക്കെ, കിട്ടാൻ പറ്റുന്ന സ്ഥലത്തു നിന്നൊക്കെ. നമ്മുടെ നാടുകളിലുള്ള ഇന്ന് സാധാരണ പൊതുവിലുള്ള ഒരു അവസ്ഥ, പള്ളിയിൽ ഒരു പുതിയ ഇമാമ് വന്നാൽ ആദ്യം പരിചയപ്പെടാൻ ചെല്ലുന്നത് ആ നാട്ടിലെ ഏറ്റവും വലിയ പിന്നെ ഹറാമിലൂടെ പണം സമ്പാദിക്കുന്നവരായിരിക്കും. ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നിട്ട് ഉസ്താദിനെ ഒന്ന് പരിചയപ്പെടും. എന്നിട്ട് ആദ്യമായിട്ട് ഒരു 5000 രൂപ ഒരാൾ ഉസ്താദിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോ പെട്ടെന്ന് തന്നെ അങ്ങനെ വരുമ്പോ പെട്ടെന്ന് തന്നെ ഉസ്താദ് വിചാരിക്കും, അള്ളാഹു നല്ല ജനങ്ങളാണല്ലോ, ഞാൻ വന്ന് വേറെ ഒന്നും ചെയ്തില്ല, വന്ന് പള്ളിയിൽ റൂമിൽ വന്നിരുന്നപ്പോ തന്നെയാണ് 5000 രൂപ എന്റെ കൈ കൊണ്ട് തന്നു, ഇത്രത്തോളം ദീനിനോട് താല്പര്യമുള്ള ജനങ്ങളോട് ഉണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടിരുന്ന് ഒരു മാസം അങ്ങോട്ട് കഴിഞ്ഞ് ഉസ്താദിന്റെ പ്രസംഗമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മഹല്ലൊക്കെ രക്ഷപ്പെടും, നല്ല ഉസ്താദാ വന്നിരിക്കുന്നേ എന്നൊക്കെ ആയി വന്നപ്പോൾ ഉസ്താദ് ഇയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയണേ മൂപ്പരാ നാട്ടിലെ ഏറ്റവും നല്ല ബ്ലൈഡ് കമ്പനിക്കാരൻ. ഉസ്താദ് വിചാരിച്ച അള്ളാഹു എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണല്ലോ. ഉസ്താദ് വെള്ളിയാഴ്ച പരീക്ഷയെ കുറിച്ച് പറയാൻ വേണ്ടി കയറി നിൽക്കുമ്പോ മുമ്പിൽ ഈ മഹാൻ പേരക്ക തടവി ഇങ്ങനെ വന്നിരിക്കുകയാണ്, വെള്ളയൊക്കെ ഇട്ട്. ഉസ്താദ് വിചാരിക്കും അള്ളാഹു എങ്ങനെ പറയും ഇപ്പൊ അഹേന്റെ കാര്യം. 5000 രൂപ ഒരു കഴിഞ്ഞ മാസം വന്ന ഉടനെ കൊണ്ട് ആദ്യം കിട്ടിയ കാശ്. എന്തായാലും ഉസ്താദ് പലിശയെ കുറിച്ച് രഹസ്യം ഒരു നൈസായിട്ടൊന്ന് പറഞ്ഞിട്ട് കണ്ണ് കാണിച്ച് മൂപ്പര് ഒന്ന് റൂമിലേക്ക് വിളിക്കും. അപ്പൊ മൂപ്പര് വിചാരിക്കും വീണ്ടും ഒരു 5000 കൂടെ കൊടുത്താൽ ഉസ്താദ് സന്തോഷാവും, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊടുത്തോളാം. ഈ പോലീസുകാർക്ക് മണൽ കൊണ്ടുകൂടെ ലോറിക്കാർ കൊടുക്കണ പോലെ SI കാർക്ക് കൂടെ പോലീസ് ഉണ്ട്, ചിരിക്കുന്നുണ്ട്. അള്ളാഹു താര നല്ല ബോധമുള്ള പോലീസുകാരെ നമുക്ക് അള്ളാഹു തരട്ടെ, ദീനീ ബോധമുള്ളവരൊക്കെ. ശരിക്ക് എനിക്ക് ആ വിഷയത്തിൽ ഞാൻ എവിടെയോ പ്രസംഗത്തിന് പോയപ്പോ ഒരു ഷെരീഫ് എന്ന് പറയുന്ന ഒരു SIയെ കണ്ടു. വഴിയിൽ വെച്ച് കൈ കാണിച്ച് നിർത്തിയതാ, കാരണം വണ്ടി ഇത്തിരി സ്പീഡിലായിരുന്നു. അതുപോലെ ജുമാ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പൊ സ്പീഡ് കൂടിയത് കൊണ്ട് കൈ കാണിച്ച് നിർത്തിയതാ. അപ്പൊ സ്പീഡ് കൂടുതൽ തെറ്റാണ്, അങ്ങനെ ഓടിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ കൈ കാണിച്ച് നിർത്തിയപ്പോ ആദ്യം പുള്ളി ഡ്രൈവറിനെ കണ്ടു, ഗ്ലാസ് കാത്തപ്പോ പെട്ടെന്ന് പിന്നെ തൊപ്പിയൊക്കെ വെച്ച് ഞാനിരിക്കുന്നത്, എന്നെ മനസ്സിലാകുന്ന അറിയില്ല, എന്നാലൊരു മുസ്ലിയാരല്ലേ. അപ്പൊ എവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്നെന്തോ ഒരു കേച്ചേരി ഭാഗത്ത് 4 മണിക്കൊരു ക്ലാസ്സും ചാവക്കാട് പ്രസംഗവും, ഇതിന് പോവാണെന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു എന്തായാലും SI കാണണ്ട, പെട്ടെന്ന് വെച്ചോളൂ, അസ്സലാമു അലൈക്കും പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ആ പേരൊന്ന് വായിച്ചു നോക്കിയപ്പോ ഷെരീഫ് എന്ന് എഴുതിയിരുന്നു. ആരെന്ന് എനിക്കറിയാം, ഏത് സ്ഥലമൊന്നും ഞാൻ ഓർക്കണില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പരിഗണിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. നല്ല മനസ്സുള്ള നിസ്കാരമുള്ള പിന്നെ പോലീസുകാരൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സമുദായത്തിന് നല്ലത്. അള്ളാഹു നമ്മുടെ ഈ നാട്ടിലും നമ്മുടെ ഈ സംഘടനയിലുണ്ടൊരു പോലീസ് വീരാൻ അല്ലേ, അള്ളാഹു താല അദ്ദേഹത്തിന്റെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കട്ടെ, കുടുംബത്തിൽ ഐശ്വര്യവും അനുഗ്രഹവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. സാധുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രിയപ്പെട്ട സഹോദരൻ വിചാരിക്കും അള്ളാഹു ഉസ്താദ് വിചാരിക്കും ആകെ കുഴഞ്ഞല്ലോ ഇപ്പൊ. എന്നിട്ട് ഉസ്താദ് ഇയാളുടെ ചോദിക്കും, നിങ്ങൾ ഈ ആൾക്കാരെന്ന്
കള്ളുവാറ്റ് നടത്തിയും ആൾക്കാരെ തട്ടിയെടുത്ത കാശാണ് എനിക്ക് തന്നത്. അല്ല സാറേ, ഇതൊന്നും പലിശയുടെ കാശല്ല, ഇതൊക്കെ എനിക്ക് നേരത്തെ എന്റെ വാപ്പ ഉണ്ടാക്കി വെച്ചിട്ട് പോയ കാശ. വാപ്പ എന്ത് പരിപാടിയോ, വാപ്പ എന്നെക്കാളും വലിയ ബ്ലേഡ് കമ്പനിക്കാർ. വാപ്പ 10 രൂപയ്ക്ക് കൊടുത്ത് ഞാൻ 15 രൂപയ്ക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ വാപ്പ ഉണ്ടാക്കി വെച്ച കാശ, ഞാൻ കൊടുത്തതല്ല. ഇങ്ങനെ പറയണ അവസ്ഥയാ. ഒരു വാപ്പ മരിക്കാൻ നേരത്ത് മോന്റെ അടുത്ത് പറഞ്ഞു വന്ന വസിയത്ത് പറഞ്ഞു വന്ന എല്ലാവരും വട്ടം കൂടി ഇരിക്കുന്നു, ഉസ്താദ് എല്ലാരും ഉണ്ട്. അപ്പോ വാപ്പ ഇങ്ങനെ കൈയെടുത്ത് കാണിച്ചു, ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു, മോനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോ അടുത്ത് യത്തീംഖാനയുടെ പ്രസിഡന്റ് ഇപ്പോൾ യത്തീംഖാന പ്രസിഡന്റ് പറഞ്ഞു, എടാ കണ്ടാ വാപ്പ പറഞ്ഞ കണ്ടാ പഹയാ, എന്താ പറഞ്ഞേ, യത്തീംഖാനയ്ക്ക് 15 കൊടുക്കടാന്നാണ് വാപ്പ പറഞ്ഞതെന്ന് പറഞ്ഞു. ഉടനെ മോൻ പറഞ്ഞേ, ജീവിച്ചിരുന്നപ്പോ അതിന്റെ മുമ്പിലൂടെ പോവാത്ത വാപ്പ എന്തായാലും അങ്ങനെ ചെയ്യൂല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്താ വാപ്പ പറഞ്ഞു ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. ഉടനെ വാപ്പ തന്റെ ശരീരത്തിലേക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു, മകനെ ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പൊ മോൻ പറഞ്ഞു, ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായേ, വാപ്പ പലിശയ്ക്ക് കൊടുത്തോണ്ടിരിക്കണം 5 രൂപയ്ക്കാണ്, അതുകൊണ്ട് മോനെ നീ 10 രൂപയ്ക്ക് കൊടുത്തോടാ, നല്ല മാർക്കറ്റാണ് എന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ. കാരണം എന്തേ, സമ്പത്ത് എങ്ങനെയും ഉണ്ടാക്കുക, സുഖം തട്ടിപ്പോയാൽ, സന്തോഷമുണ്ടായി പോയാൽ, പ്രിയപ്പെട്ടവരെ നമുക്ക് സമ്പാദ്യം ഹറാമാണെങ്കിൽ ഉണ്ടാക്കാൻ ഒരു സുഖം കിട്ടും. ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും, അങ്ങനെ തന്നെയാണ് ഒരു ചിന്ത വരിക. അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. നരകത്തിന്റെ 3ാമത്തെ കവാടത്തിന്റെ പേര് കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമാ വമാ അദ്റാക മൽ ഹുതമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഹുതമ എന്ന് പറയുന്ന നരകത്തെ കുറിച്ച് നബിയേ, അവിടത്തേക്ക് അറിയുമോ നബിയേ? നരകത്തിന്റെ 3ാമത്തെ കവാടത്തിന്റെ പേര് ഹുതമ എന്നാണ്. ഹുതമ ആരാണതിലൂടെ കടന്നു പോകുന്നത്? ആ സൂറത്തുൽ ഹുമസയുടെ ആദ്യ ആയത്തുകൾ പരതുമ്പോ കാണാ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസാ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസാ. ആരാണ് ഹുത്തമ എന്ന് പറയുന്ന നരകത്തിലൂടെ കടന്നു പോകുന്നത്? കുത്തി സംസാരിക്കുന്നവരും പരിഹസിക്കുന്നവരും, കുത്തി സംസാരിക്കുന്നവരും പരിഹസിക്കുന്നവരുമാണ് ഹുമസ എന്ന നരകത്തിലൂടെ, ഹുത്തമ എന്ന നരകത്തിലൂടെ കടന്നു പോകുന്നത്. ഈ കുത്തി സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ നമുക്കൊരു വിഷമം തോന്നി, ഇത് എന്നെ കുറിച്ചാണോ, ഇതാണ് പെട്ടെന്ന് വ്യക്തമാകൂല, എന്നാലും ഒരു തോന്നലുണ്ടാവും, ഇതെന്നെ കുറിച്ചാണോ. അതിന്റെ മലയാള ഭാഷയാണ് കുത്തി സംസാരം. ഇൽമിന്റെ വേദിയിൽ ഞാൻ എന്തെങ്കിലും വിഷയം പറയുമ്പോൾ സദസ്സിലിരിക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ കുത്തല് കിട്ടിയതെന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ചില കുത്തലൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ചില ഉസ്താദന്മാര് പള്ളിയിൽ ഇങ്ങനെ പറയാറുണ്ട്, ആരെങ്കിലും ഉസ്താദിനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞാൽ അന്ന് കയറിയിട്ട് ഫിറോന്റെ ചരിത്രം പറയണം വെള്ളിയാഴ്ചയിലെന്ന്. കാരണം എന്താ, ഫിറോൻ നരകത്തിലാന്ന് മറ്റേ പറയും, ഈ ബിണുവെന്ന് പറയണ എന്നെ കുറിച്ച് എന്നടേ കുറെ നേരമായി ബിണുവെന്ന് പറയണല്ല, അതിനെ കുറിച്ച് തന്നെയാ. അപ്പൊ അത് മൊത്തത്തിൽ എങ്ങനെ നേരിട്ട് പറയാത്തത് കൊണ്ട് ഫിറോനും അബൂലഹബ് അബൂജഹലൊക്കെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതങ്ങനെയാണ് നടക്കുക. അപ്പൊ ആ നൊമ്പരം മനസ്സിനകത്തുണ്ടായാൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നമ്മൾ സ്വയം രക്ഷപ്പെടാനുള്ള വഴിയെടുക്കുക. ആ കുറ്റപ്പെടുത്തലിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്. അല്ലാതെ ചായക്കടയിലും പള്ളിയുടെ നടയിലും ആ കുടുംബശ്രീക്ക് പോകുമ്പോ അവിടെയും സ്കൂളിലും എന്നു വേണ്ട, കല്യാണ വീട് മരണ വീട് ഉൾപ്പെടെയുള്ള സകല സ്ഥലങ്ങളിലും വട്ടം കൂടിയിരുന്ന് മോശത്തരം പറയുന്നവരെ, മറ്റുള്ളവരെ പരിഹസിക്കുന്നവരെ, ഹുതമയണ്ടൊരു നരകമാ അതിലെറിയുമേ കഥ കഴിയുമേ, എരിയും ജസദത് വീണ്ടും കോടിടും മുറിഞ്ഞിടാതമൽ ചെയ്യണേ, അറിയണേ നരകമിന്റെ ഹരകളെയും തുറക്കുമേ, കടക്കുമേ അതിലെരിയുമേ നിങ്ങൾ ഓലതിൽ ജഹന്നമേ. നരകത്തിന്റെ 3ാമത്തെ കവാടത്തിലേക്ക് കടക്കുന്നത് നാവിനെ സൂക്ഷിക്കാത്തവരാണ്, നാവിനെ സംരക്ഷിക്കാത്തവരാണ്. നാവിന്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ഭൗതിക ലോകത്ത് മനുഷ്യരുടെ പച്ച ഇറച്ചി തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ജനങ്ങളുണ്ടല്ലോ. ആരെക്കുറിച്ചും വസാദ് പറയാറ് സമാധാനം കിട്ടാത്തവര്, ആരെക്കുറിച്ചെങ്കിലും 10 നുണ പറയാറ് സമാധാനം കിട്ടാത്തവര്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നന്മ മാത്രം
ലോകത്തോട് പറഞ്ഞുകൊണ്ട് ജീവിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. കല്ലുകൾ കഴുകിയിട്ട് വാക്യകത്തിട്ടുകൊണ്ട് നടക്കുമായിരുന്നു. എന്തിനെന്നറിയോ? പെട്ടെന്നൊന്ന് സംസാരിക്കേണ്ടി വന്നാൽ ഒന്ന് ചിന്തിച്ചുകൊണ്ട് സംസാരിക്കാ നേരം കിട്ടാൻ വേണ്ടി കല്ലുകൾ കഴുകി വാക്യകത്തിട്ടുകൊണ്ട് നടന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളായ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പറഞ്ഞുകൂട്ടുന്ന ഫസാദിന്റെ കണക്കുണ്ടോ? ഒരു ദിവസത്തെ അവസാന സമയത്ത് നീ ഫസാദ് പറഞ്ഞ ആ ദിവസം മുഴുവനും ചെയ്തു പോയ അമലുകൾ അല്ലാഹു പൊളിച്ചു കളയുന്നതാ. ഇന്നൽ ഗീബത അശദ്ദു മിനസ്സിനാ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് വികാരത്തിന്റെ കയറ് പൊട്ടിയിട്ട് മൃഗത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ വ്യഭിചരിച്ചു പോയവളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൽബുനന്ത് അല്ലാഹു പടച്ചതമ്പുരാനോട് തൗബ ചെയ്ത് മടങ്ങിയ അല്ലാഹു അത് പുറത്തു കൊടുക്കുമെങ്കിൽ ഈ പത്ത് പറഞ്ഞവരുണ്ടല്ലോ, ആരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവരെടുത്തു പോയി അവര് പൊരുത്തപ്പെട്ടു കൊടുത്തല്ലാതെ കാരുണ്യവാനാര പടച്ചതമ്പുരാ ആ പാപം പുറത്തു കൊടുക്കുകയില്ല. പിന്നെ കളിയാക്കലും പരിഹസിക്കലും, മറ്റുള്ളവരെ കളിയാക്കി പരിഹസിച്ച് ചിരിക്കുക എന്നുള്ളത് നമുക്കിന്നൊരു വല്ലാത്ത രസമാണ്. 4 മണിക്കൊക്കെ കലിങ്ങിന്റെ മണ്ട കയറിയിരുന്ന്, അല്ലെങ്കിൽ ചായക്കടയിലിരുന്ന്, അല്ലെങ്കിൽ ലൈബ്രറിയിലിരുന്ന്, അല്ലെങ്കിൽ പള്ളിയുടെ നടയിലുള്ള സ്റ്റെപ്പിലിരുന്ന് വട്ടം കൂടിയിരുന്ന് മറ്റുള്ളവരെ പരിഹസിക്കുക, കളിയാക്കുക, അവരെ കുറ്റപ്പെടുത്തുക. ഇത് വളരെ മോശമാണ്. ഒരു മുസൽമാന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുക എന്നത് അല്ലാഹു ഏറെ വെറുക്കുന്ന കാര്യമാണ്. പൊന്നാര നബി തങ്ങൾ സ്വർഗത്തിലേക്കാണെന്ന് പറഞ്ഞ് 3 സരസിൽ വെച്ച് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഒരു മനുഷ്യൻ, അവൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. എന്തേ കാരണം? അള്ളാന്റെ റസൂൽ പറഞ്ഞത് ആരോടും ഒരു വെറുപ്പും അവന് മനസ്സുകൊണ്ടില്ല എന്നാണ്. നമുക്ക് ആരോടും ഒരു വെറുപ്പുണ്ടാവരുത്, ആരോടും ഒരു വിദ്വേഷമുണ്ടാകരുത്, ആരോടും നമുക്ക് അവനെ തോൽപ്പിക്കണം, അവന്റെ മുന്നിൽ അങ്ങോട്ട് ജയിച്ചടക്കണമെന്നുള്ള അഹങ്കാരത്തിന്റെ അഹന്തയുടെ ചിന്ത കടന്നു വരുമ്പോഴാണ് അതിന്റെ പിന്നിൽ ഫസാദും ഈബത്തും ഉണ്ടാവുക. നാട്ടിലെ സഹോദരിമാർക്ക് ഏറ്റവും അധികം കൂടുതലാണ് ഈ സ്വഭാവം. 2 തീ ചേർന്നാൽ വലിയൊരു തീയാണ്, 2 സ്ത്രീ ചേർന്നാൽ ഉലകിൽ തീ എന്നാണ്. 2 സ്ത്രീ ചേർന്നാൽ ലോകം മുഴുവനും കത്തിപ്പോകുമെന്നാണ്. നിങ്ങൾ വിചാരിക്കും ഉസ്താദെ നമ്മളെ ദൂരെ പിടിച്ചിരുത്തി സ്ക്രീനും വെച്ച് വന്നിട്ട് നമ്മളെ കുറിച്ച് എന്തും പറയാം എന്ന് നിങ്ങൾ കരുതരുത്. ഇന്നലെയും മെനിങ്ങാനൊന്നും നിങ്ങൾ തീരെ അത്ര മോശമായിട്ട് പറഞ്ഞില്ല. കാര്യമായിട്ട് നമ്മുടെ മദ്ഹക്കാ പറഞ്ഞത്, ഇന്ന് സമാപന ദിവസം എന്തായാലും പണി നമുക്ക് തരുമെന്നറിയാം, എങ്കിലും നമുക്ക് വരാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വന്നു പോയതാ എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയാ. ഫസാദും ഈബത്തും അടിയുണ്ടാക്കാനുമുള്ള മിടുക്ക് വല്ലാത്തത് തന്നെയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ആണുങ്ങൾ മോശക്കാരെന്നല്ല, അവരുണ്ടാക്കിയാൽ പെട്ടത് തീരും. സ്ത്രീകൾ അങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ തീരൂല. ലോകാവസാനമായാലും അതിന്റെ ഭവിഷ്യത്ത് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. പുരുഷന്മാര് ഈ കാതിലൂടെ കേട്ട് ഈ കാതിലൂടെ കളയും, പെണ്ണുങ്ങള് 2 കാതിലൂടെയും കേട്ട് വായിലൂടെ കളയും. പുരുഷന്മാർ ഈ കാതിലൂടെ കേട്ട് ഈ കാതിലൂടെയും കളയും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 2 കാതിലൂടെയും കേൾക്കും, എന്നിട്ട് വായിലൂടെ പുറത്തു കളയും. ഇത് നാട്ടിൽ ഒരുപാട് പ്രശ്നം. സഹോദരിമാർക്ക് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല എളുപ്പ വഴി ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. രക്ഷപ്പെടാനുള്ള അള്ളാന്റെ സ്വർഗം കിട്ടാൻ, അള്ളാന്റെ പൊരുത്തം കിട്ടാൻ, ഇസ്രായേൽ വരുമ്പോ കെലിമ പറഞ്ഞുകൊണ്ട് മരണപ്പെടാനുള്ള ഏറ്റവും എളുപ്പവഴി എന്റെ സഹോദരിമാരെ സംസാരം കുറയ്ക്കുക എന്നതാണ്. സംസാരം കുറച്ചാൽ മതി, അത് മാത്രം മതി. നരകത്തിന്റെ 3ാമത്തെ കവാടത്തിൽ കടക്കാനുള്ളവരൊക്കെ സംസാരം കൊണ്ട് പാപികളായവരാണ്. എന്തൊക്കെയാണ് പറയാ? അമ്മായി കുറിച്ച് മരുമോള് പറയണത്, മരുമോളെ കുറിച്ച് അമ്മായി പറയണത്, അതൊക്കെ പോട്ടെ. ഇതൊന്നുമില്ലാതെ അയൽവാസികളെ കുറിച്ച് പറയുന്നതോ? അയൽവാസികളെ കുറിച്ച് പറയും. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഇപ്പൊ ഗൾഫിൽ പോയി നല്ല ഒരു ജോലി കിട്ടിയെന്ന് വെച്ചു, അവൻ ദുആയൊക്കെ ചെയ്ത് കുറെ നാൾ കഷ്ടപ്പെട്ട് അവൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, അല്ലാ ഒരു 150 ഇൽമിന്റെ വേദിയിൽ പോയി ബക്കറ്റിൽ 10 രൂപ 50 രൂപ ഇട്ടിട്ട് ഞാൻ ദുആ ചെയ്താ നല്ല ജോലി വേണമല്ല, എങ്ങനെയും രക്ഷപ്പെടണമല്ല, എനിക്കും വീട് വേണമല്ല. അങ്ങനെ ദുആ ചെയ്ത് 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 അവസാനം എല്ലാം കൂടി കൊടുത്തപ്പോ അല്ലാ ഒരുമിച്ചങ്ങ് കൊടുത്തു, നല്ല ജോലിയെ കിട്ടി. പെട്ടെന്ന് തന്നെ 2 കൊല്ലം ആയില്ല വിദേശ രാജ്യത്ത് പോയിട്ട്, ഒരു വീടായി, വണ്ടിയായി, സുഖമായി. അപ്പൊ ആൾക്കാർ ഇങ്ങനെ പറയാം അവൻ രക്ഷപ്പെട്ടു. എന്നാലും ചില പെണ്ണുങ്ങൾ പറഞ്ഞാ ആരെ പറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്, അല്ലാതെ അവന് കാശ് കിട്ടാൻ പോകുന്നു. അവൻ ആരെ കൊന്നിട്ട് കൊണ്ടുവന്ന കാശ, ആരെയോ പറ്റിച്ചിട്ടുണ്ടാക്കിയ കാശ എന്ന് പറയും. കാരണം എന്ത്? കാശുണ്ടാക്കാൻ ചില ആൾക്കാർക്ക് മാത്രമേ ഇവിടെ അർഹതയുള്ളൂ.
പാവപ്പെട്ടവൻ ഒരു വണ്ടി എടുത്താൽ അതാരെയോ കൊന്നിട്ടുണ്ടാക്കിയതാ, പാവപ്പെട്ടവൻ ഒരു വീട് വെച്ചാൽ അതാരെയോ നശിപ്പിച്ചിട്ടുണ്ടാക്കിയതാ എന്നുള്ള ഒരു പറച്ചിൽ, അതും നാവിന്റെ ദോഷത്തിൽപ്പെട്ടതാണ്. ചെറിയ കാര്യമൊന്നും അല്ല പ്രിയമുള്ളവരെ. പൊന്നാര നബിതങ്ങളുടെ മുമ്പിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നീളം അല്പം കൂടിപ്പോയ സാരികളിൽപ്പെട്ട ഒരു പെണ്ണ് വന്ന ചരിത്രം നിങ്ങൾക്കറിയാം. നബിതങ്ങളുടെ അടുത്ത് വന്നിരുന്ന കാര്യങ്ങൾ ചോദിച്ച് സംശയം ചോദിച്ച് മടങ്ങിപ്പോയപ്പോ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, ചെറിയ പുഞ്ചിരിയോടുകൂടിയാ ചോദിച്ചത്, അല്ലാഹുവിന്റെ റസൂലേ, ഇപ്പൊ വന്നിട്ട് പോയ ഉയരം കൂടിയ, സാധാരണക്ക് വിപരീതമായി നീളം കൂടിയ ആ പെണ്ണ് ആരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് മുഖത്തൊരു ദേഷ്യം വന്നു. ദീനിന്റെ വിഷയത്തിൽ ദേഷ്യം അനുവദനീയമാണ്. നിങ്ങൾ ചോദിച്ചു, ആയിഷ, നീ ഇപ്പൊ തിന്ന മാംസകഷണം തുപ്പിക്കളയൂ? ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നീ ഇപ്പോ തിന്ന മാംസകഷണം തുപ്പിക്കളയൂ ആയിഷ. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങൾ പറഞ്ഞതല്ലേ, പുറത്തേക്കൊന്ന് തുപ്പിയപ്പോൾ ഒരു കഷണം മാംസം വാക്യകത്തിരുന്ന് തെറിച്ചുപോയത്. ഹദീസിന്റെ കിതാബുകൾ പഠിപ്പിക്കുന്നത് വാക്യകത്തുനിന്ന് ഒരു കഷണം മാംസം തെറിച്ചുപോയി. ആയിഷാ ബീവി അത്ഭുതപ്പെട്ട് നിറകണ്ണുകളോട് നബിതങ്ങളോട് ചോദിച്ചു, എന്താ നബി ഇത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇപ്പൊ വന്ന നീളം കൂടിയ സ്ത്രീയെ കുറിച്ച് നീ പറഞ്ഞ അവൾക്ക് ഇഷ്ടമില്ലാത്ത വാക്കിന് പകരം അവളുടെ മാംസം നീ തിന്നതാണിത്. ജനങ്ങൾക്ക് മാതൃകയാക്കാൻ ഇത് അള്ളാഹു കാണിച്ചു തന്നതാ. ഒരാളെ കുറിച്ച് ഞാനും നിങ്ങളും പറയുന്നത് അവരുടെ പച്ച മാംസം തിന്നുന്ന പോലെയാണ്. എന്താ പറഞ്ഞത്? അല്പം നീളം കൂടിപ്പോയപ്പോ ഒരു തമാശ രൂപത്തില് ചിരിച്ചുകൊണ്ട് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ യഥാർത്ഥ പേരിന് പുറമെ എത്ര ഇരട്ടപ്പേര് അല്ലേ? വേറെ ദൂരോട്ടൊക്കെ അതിന് പോയാൽ തണ്ടപ്പേര് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള എത്ര പേരുണ്ട്? വെട്ടോത്തി, സൈനമ്പി, തക്കാളി, ഫാറൂഖ്, പിന്നെ ആകാശവാണി, സുബൈദ, ഫസാദ് കൂടുതൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ പേരിട്ടതാ. അങ്ങനെ എന്തെല്ലാം പേരുകളുണ്ടെന്നറിയോ? ഞാൻ വിഴിഞ്ഞം ഭാഗത്ത് പ്രസംഗിക്കാൻ പോയപ്പോ അഫല ലിബിലി കൈഫ കുലിക്കത്ത്, ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ അള്ളാഹു എങ്ങനെയാ പടച്ചതെന്ന് നോക്കിയപ്പോ എല്ലാവരും സ്റ്റേജിലേക്ക് നോക്കി. സ്റ്റേജിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു, അവിടുത്തെ പള്ളി പ്രസിഡന്റ് ആയിരുന്നു. മൂപ്പര് ഇരട്ടപ്പേര് ഒട്ടകമെന്ന്. അപ്പൊ പുള്ളി വിചാരിച്ചെന്താ, ഇവിടുത്തെ ഖത്തീബിന് ശമ്പളം കുറവായതുകൊണ്ട് മുസ്ലിയാരിക്ക് കാശ് കൊടുത്തിട്ട് മനഃപൂർവ്വം പറയിപ്പിച്ചതാ. അതോടുകൂടി എന്റെ വാദം അന്ന് തീർന്നു, പുള്ളിയെ പിരിച്ചുവിടുകയും ചെയ്തു. കാരണം അവരെ വേദനിപ്പിച്ചാൽ തീർന്നു, വേറെ ആർക്കും വന്നാലും ഒരു കുഴപ്പമില്ല. അതാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെ ധാരാളം പേരുകൾ, ഇരട്ട പേരുകൾ എന്ന പേരിൽ വേദനിപ്പിക്കുന്ന പേരുകൾ കൊണ്ട് വിളിക്കാൻ പാടില്ല സഹോദര. ആരുടെയും മനസ്സിന്റെ കത്താ പേരുകൊണ്ട് കളങ്കം ചാർത്താൻ പാടില്ല. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന നരകത്തിന്റെ പേര് ഹുത്തമയെന്നാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക. നരകം ഒരുങ്ങിയിരിക്കുമ്പോൾ, നരകം തയ്യാറായിരിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവര്, അതിന്റെ ഓരോ കവാടത്തിന്റെ ഭയാനകരമായ രംഗങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിൽ നിന്ന് കരകയറാ, അതിൽ നിന്ന് രക്ഷപ്പെടാ. നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന പാവപ്പെട്ടവർക്കൊരു 10 രൂപ എടുത്തു കൊടുത്തത് കൊണ്ടായില്ല. നരകഭോജനത്തിന് വേണ്ടി, ഒരു പള്ളിക്ക് വേണ്ടി സുറക കൊടുത്തുകൊണ്ട് തൃപ്തിപ്പെടുന്നവര്, അതിന്റെ കൂടെ നാവ് സൂക്ഷിക്കണേ, കൽബ് സൂക്ഷിക്കണേ, ജീവിതം പരിശുദ്ധമാക്കണേ. ഒരു ലൈസൻസ് ആവാണല്ലോ. ആരെക്കുറിച്ചും എന്ത് പറയാനും വല്ലാത്ത ഉത്സാഹമാണ്, ഉന്മേഷമാണ്. പരലോകത്ത്, അല്ലാഹുവിന്റെ പരലോകത്ത് നരകത്തിന്റെ ഭയാനകരമായ നരകത്തിന്റെ 3ാമത്തെ കവാട് നാവിന് സൂക്ഷിക്കാത്തവർക്കുള്ളതാ, നാവിന് സംരക്ഷിക്കാത്തവർക്കുള്ളതാ. നാവ് കൊണ്ട് നമുക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാ, എന്തെല്ലാം പുണ്യങ്ങൾ ചെയ്യാ, എത്രയെത്ര അദ്കാറുകൾ ചൊല്ലി തീർക്കാ, എത്രയെത്ര സലാത്തുകൾ ചൊല്ലി തീർക്കാ. സുബ്ഹാനല്ലാഹ്, എത്ര ഖുർആൻ ഓതി നമുക്ക് തീർക്കാം, എത്ര പുണ്യം നമ്മുടെ നാവ് കൊണ്ട് നേടാ. കാരണം എന്തേ? ഈ ലോകത്തിരുന്ന് വിട പറയുമ്പോ അവസാനമായിട്ടാ നാവാണ് ചലിക്കുന്നത്, അവസാനമായിട്ടാ നാവിൽ നിന്നാണ് നാളിതുവരെ ഞാനും നിങ്ങളും ചെയ്തു പോയ ഈമാന്റെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം പ്രകടമാകേണ്ടത്. ഈ നാവിൽ നിന്നാണ് പ്രിയപ്പെട്ടവര്. ഇന്ന് നമ്മുടെ നാട്ടില് ആ നാവ് കൊണ്ട് എന്തെല്ലാം ഫിത്നയാണ് ഉണ്ടാക്കുന്നത്, എത്ര കല്യാണമാണ് മുടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കല്യാണം മുടക്കൽ ഇച്ചിരി കൂടുതലാണല്ലോ. പ്രത്യേകിച്ച് മൂവാറ്റുപുഴ, തൊടുപുഴ, എറണാകുളം ഭാഗത്ത് കല്യാണം മുടക്കികൾ ഇച്ചിരി കൂടുതലാണ്. കല്യാണം മുടക്കൽ. ഇപ്പൊ ഉദാഹരണത്തിന് മസ്ജിദുൽ അബ്റാർ യൂത്ത് ഫെഡറേഷന്റെ പ്രവർത്തകന് ഒരു കല്യാണാലോചന വന്നു. ഇച്ചിരി ദൂരെ എന്നാ വന്നതെന്ന് വിചാരിച്ചു.
അയാൾ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തി ഒരു കടയിൽ ഇറങ്ങിയിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് നമ്മുടെ ഈ പയ്യൻ? മറ്റേ പയ്യനല്ലേ? ഏത് പയ്യൻ? ഇവിടെ പ്രശ്നമൊക്കെ നടത്തിയ അവരൊക്കെ തീവ്രവാദികളാ എല്ലാരും മൊത്തം. അവൻ എന്റെ അമീറ, ബാഡ്ജൊക്കെ കുത്തി ഇവിടെ നടന്നില്ലേ? നിങ്ങളെ മോക്കും മക്കൾക്കും ഗോതമ്പുണ്ട തിന്നണ്ടെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവനെ കണ്ട കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുക പോലീസ്. നിങ്ങൾ ആലോചനയായിട്ട് നല്ല കാര്യമായി തീർന്നു. ആ നാട്ടിൽ നിന്ന് പിന്നെ അവരെ മോളെ കെട്ടിക്കാൻ അങ്ങോട്ട് പോയി. പ്രത്യേകിച്ച് മൂവാറ്റുപുഴ ഭാഗത്ത് ഇങ്ങനെ ഒരു ആരോപണം ആരെങ്കിലും പറഞ്ഞ വല്ലാഹി വരൂല, ഉറപ്പാണ്. അതുകൊണ്ട് ഈ സഹോദരങ്ങളെല്ലാരും പെണ്ണെട്ടാൻ പോവാണ് എന്നോട് പറയാൻ പറഞ്ഞല്ല ഞാൻ. മറിച്ച് എനിക്കറിയാം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സംസാരം. ആർക്കെങ്കിലും ഒരു നഷ്ടം വരുന്നത് കാണാൻ നമുക്ക് വലിയ റാഹത്താണ്, വലിയ സന്തോഷമാണ്. മറ്റോ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അറബി കയറ്റി വിട്ടു, ശരി അൽഹംദുലില്ലാ, അങ്ങനെ ഒരാളോട് നശിച്ചു. മറ്റോന്റെ വണ്ടി ഇന്നലെ മറിഞ്ഞ് ഭയങ്കര നഷ്ടം ഉണ്ടായിരിക്കണം. മൊത്തം ഒരു 3-4 ലക്ഷം രൂപ പണി വരും. ശരി മനസ്സുണ്ട് അൽഹംദുലില്ലാ, ഇനിയും കത്തട്ടെ. എല്ലാവർക്കും ഇതാ, ഒരാള് നശിക്കുന്നത് കാണാൻ ആർത്തിയ. സഹോദരിമാര് പോലും അപ്പുറത്തെ വീട്ടിന്റെ അടുക്കളയിൽ ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോ സ്റ്റൂൾ എടുത്തിട്ട് കേറി നോക്കും. ഭർത്താവ് കള്ളും കുടിച്ചോണ്ടുവന്ന് സുബൈദാത്ത മൂക്കുമുട്ട കുടിച്ചോണ്ട് വന്നിട്ട് മുടിക്കുത്തിന് പിടിച്ച് ഇടിക്കുക. ഇത് നോക്കിയിട്ട് ഇപ്പുറത്തെ സൈനവാത്ത പറയും, കൊള്ളട്ടടി കൊള്ളട്ടെ, നിനക്ക് ഇതല്ല ഇതിന്റെ അപ്പുറം ഉണ്ട്. അള്ളാഹു തആല എന്റെ ഭർത്താവിന് ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്തിട്ട് താത്ത ഇത് കണ്ടോണ്ടിരിക്കും. കാരണം എന്താ, ഒരാള് നശിക്കുന്നതിന് വല്ലാത്ത സുഖമാണ് എല്ലാവർക്കും. അതുകൊണ്ട് ഇങ്ങനെയും നശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാവ് കൊണ്ട് നശിപ്പിക്കാനുള്ള ഒരു തന്ത്രം നമുക്കറിയാം. അത് പയറ്റാൻ ഈ ദുനിയാവ് ഒരു വല്ലാത്ത സുഖമാണ്. പ്രിയമുള്ളവരെ, അവസാന സമയത്താ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ പറഞ്ഞ് മരിക്കാൻ കഴിയില്ല. വാപ്പ മരിക്കാൻ കിടക്കുന്നു, ഫുൾ ടൈം പള്ളിയിലൊക്കെ പോണ ഉപ്പയാ. മോൻ വന്ന് അടുത്ത് വന്നിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, വാപ്പ മൈൻഡ് ചെയ്യണില്ല. മോൻ പറഞ്ഞു, അപ്പോ സംഭവം പോവാറായി, ഇപ്പൊ ഇനി നിങ്ങൾ കുറെ നാള് വലിയ തസ്ബീ, 1000 മുത്തിന്റെ തസ്ബീയും ഞക്കട തസ്ബിയൊക്കെ കൊണ്ട് നടന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ മൊത്തം കൊളാവോ? ഇങ്ങോട്ട് നോക്കാൻ പാപ്പ അങ്ങനെ കിടക്കുക. നിസ്കാരത്തിടമ്പെന്ന് പറഞ്ഞാണ്ടല്ലോ ആണിയിൽ അടിച്ച് ചുറ്റി കൊണ്ടുണ്ടാക്കിയ പോലെ അത്രയ്ക്ക് പ്രകാശിച്ച് നിൽക്കുക. പക്ഷെ മൂപ്പര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനില്ല. അങ്ങനെ ചേട്ടൻ പറഞ്ഞു, അനിയ നീ പറഞ്ഞോളൂ, നീ ആകുമ്പോ കൊട്ടേഷൻ ടീമിലൊക്കെ ഉള്ളല്ലേ, കണ്ട് പേടിച്ചങ്ങനെ വരണമെങ്കിൽ പറയട്ടെ. അനിയൻ വന്നിട്ട്, വാപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്? വാപ്പ പള്ളിയിൽ പോയത് എന്തിനാ? മൊയ്ലാരെ അളക്കാനാ പോയത്, കരിക്കാനല്ല. നിസ്കാരം കഴിഞ്ഞ് ലൈറ്റ് അടിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ മുഴുവനും കണ്ടവനെ കുറിച്ചൊക്കെ ഫസാദും ഈബത്തും പറഞ്ഞിട്ട് തടമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് പറയാൻ ആ സമയത്ത് പറ്റൂല. ഈ നാവ് കൊണ്ട് നീ ആരെയൊക്കെ വേദനിപ്പിച്ചത്, ആരെയൊക്കെ ബുദ്ധിമുട്ടിച്ചത്, ആരെയൊക്കെ പ്രയാസപ്പെടുത്തിയത്, എത്ര പേരുടെ കുടുംബമാണ് നീ കലക്കിയത് നിന്റെ ഈ നാവിന്റെ വീര്യം കൊണ്ട്. സംസാരിക്കാൻ ചിലക്ക് വലിയ ഉത്സാഹമാണ്, ആ വാക്ക് കേട്ടാൽ അങ്ങ് മയങ്ങിപ്പോയി. അവര് പറയണത് വിശ്വസിച്ചു പോകും. പക്ഷേ ആ നാവ് കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചവരെ, ആ നാവ് കൊണ്ട് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിയവരെ, ആ നാവ് കൊണ്ട് മറ്റുള്ളവരെ നൊമ്പരപ്പെടുത്തിയവരെ, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമാ, ഉത്തമയം എന്ന് പറയുന്ന നരകത്തിന്റെ 3ാമത്തെ കവാടമാണ് അള്ളാഹു അവർക്ക് കൊടുക്കുന്നതെങ്കിൽ എന്റെ ഈ മൈലൂരുള്ള പെങ്ങന്മാരോട് ചോദിക്കട്ടെ, നിന്റെ വീടിന്റെ കത്തളത്ത് അടുക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പുണ്യമായ പ്രവൃത്തി ഖുർആനോദനല്ലേ? എത്ര നാളായി പ്രിയപ്പെട്ടവള് ജീവിതത്തിൽ അവസാനമായി ഖുർആൻ നീ കൈകൊണ്ട് തൊട്ട ദിവസമെന്നാ? അവസാനമായി ആ ഖുർആൻ കൈകൊണ്ട് തൊട്ടതെന്നാ? ഈ വാത് കഴിഞ്ഞ് നല്ല ആളായിരുന്നു, കസേരയും പറക്കി ഫ്ലെക്സ് ബോർഡും മടക്കി വീട്ടിക്കൊണ്ട് മേശ ഉരിപ്പായിട്ട് വെച്ച് തിരിച്ചു പോയാൽ പോരാ. മറിച്ച് എന്ത് ചെയ്യണം? ആലോചിച്ചു നോക്കണം. നാളിതുവരെ അല്ലാഹുവിന്റെ ഖുർആൻ അവസാനമായി കൈകൊണ്ട് തൊട്ടതെന്നാ? കഴിഞ്ഞ റമളാൻ തീർന്നപ്പോഴല്ലേ 27-ാം രാവിലെ ഖത്തം തീർത്ത് തിരിയെടുത്ത് അടയാളവും കയറ്റി വെച്ച് മടക്കി വെച്ചിട്ട് ഇന്നും അങ്ങനെ വീടിന്റെ അലമാരയിൽ ഇരിപ്പുണ്ട്. ചെന്ന് നോക്കിയാൽ കാണാം. ഇനി അതെന്തിനാ? ഇനി അത് എടുക്കണമെങ്കിൽ വാപ്പ മരിക്കണം, അല്ലെങ്കിൽ ഉമ്മ മരിക്കണം. അന്നേരം ചാക്ക് കെട്ട് അഴിച്ചിറക്കി ഖുർആൻ നിവർത്തി കോളേജിൽ നിന്ന് വരണ മക്കൾക്ക് ഓതാൻ എടുത്തു കൊടുത്തിട്ട് അവനിങ്ങനെ വാപ്പായെ നോക്കി കണ്ണീരുണ്ട്, അല്ല അപ്പാ അല്ല അപ്പാ അല്ല അപ്പാ പോയി എന്ത് ചെയ്യാ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്നാ നമ്മൾ ഖുർആൻ ഓതിയത് നമ്മുടെ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അമൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അതായിരുന്നു.
എത്ര പേരോതി നേരമുണ്ടോ നമ്മുടെ സഹോദരിമാർ? നമ്മുടെ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ നമ്മളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കണ്ടോ? ആ ഖുർആൻ നമുക്ക് വാങ്ങിത്തരുന്ന നരകത്തെ കുറിച്ചാണ് പൊന്നാര നബി തങ്ങൾ പറഞ്ഞത്. വമൻ ജഅലഹു ഖൽഫ ലഹിരിഹി സാഖഹു ഇലന്നാർ. അവനെ നരകത്തിലേക്ക് ഖുർആൻ കൊണ്ടെത്തിക്കുന്നതാണ്. എങ്ങനെ? എപ്പോൾ? വമൻ ജഅലഹു ഖൽഫ ലഹിരിഹി, അവന്റെ വീട്ടിന്റെ അകത്ത് ഖുർആനുണ്ട്, പക്ഷേ ആ ഖുർആനിന് അവൻ സ്ഥാനം കൊടുക്കുന്നത് ഏറ്റവും പുറകിലാ. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഖുർആൻ വീട്ടിന്റെ അകത്ത് അടുക്കി വെച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. വീടിന്റെ അകത്ത് ഖുർആൻ വെച്ചിരിക്കുന്ന സ്ഥലം പോലും അങ്ങനെയാണ്. ഒരാദരവ് കാണിക്കാറ്, ഒരു മഹിമ കൊടുക്കാറ്, അതിന് പുറം കാടുകൊണ്ട് വലിച്ചെറിഞ്ഞവരെ നരകത്തിലെത്തിക്കാ. നിന്റെ വീട്ടിന്റെ അകത്തിരിക്കുന്ന ഖുർആൻ പോലും മതി എന്നല്ലാന്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അമല് ഖുർആൻ ഓതലാണ്. പിന്നെ സ്വലാത്ത്, അൽഹംദുലില്ലാ, അത് നമുക്ക് വെറുതെ ചൊല്ലാലോ. ഇഷ്ടം പോലെ വണ്ടി ഓടിക്കുമ്പോഴും കടയിൽ ഇരിക്കുമ്പോഴും ഓഫീസിൽ ഇരിക്കുമ്പോഴും ഒക്കെ ചെല്ലാം. കേസില്ലാതെ വെറുതെ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴും ചെല്ലാം. നല്ലതാ സ്വലാത്ത് ശരിക്കും ചെല്ലാം. ഒരു സഹോദരൻ ചോദിച്ചത് മോട്ടിക്കാൻ പോകുമ്പോൾ സ്വലാത്ത് എല്ലാം ഒന്നാ. പോലീസുകാർക്ക് മാത്രമല്ല കള്ളന്മാർക്ക് സ്വലാത്ത് ഇല്ലാമെന്ന സംശയം മൂപ്പര. സംശയത്തിന്റെ കാര്യമൊന്നും പറയണ്ട, വളരെ വലിയ സംശയങ്ങളാണ് ഓരോരുത്തർ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമുദായത്തിന് നേർവഴി മനസ്സിലാക്കാനുള്ള അറിവ് അല്ലാഹു കൊടുക്കട്ടെ. അത് പറഞ്ഞു കൊടുക്കാനുള്ള പവർ നമ്മുടെ ആലിമീങ്ങൾക്ക് അല്ലാഹു കൊടുക്കട്ടെ. നരകത്തിന്റെ 4ാമത്തെ കവാടം. 3 കവാടം. നരകത്തിന്റെ 4ാമത്തെ കവാടത്തിന്റെ പേര് സുമുഹാ സഈർ. സുമുഹാ സഈർ. സഈർ എന്നാണ് നരകത്തിന്റെ 4ാമത്തെ കവാടത്തിന്റെ പേര്. ആരാണതിലൂടെ കടന്നു പോകുന്നത്? 2 വിഭാഗമാണെന്ന് പരിശുദ്ധ ഖുർആൻ. സഈർ എന്ന ഖുർആനിന്റെ ആയത്തിലൂടെ അല്ലാഹു എടുത്തു പറഞ്ഞ നരകം, സഈർ എന്ന് ഖുർആൻ പറഞ്ഞ നരകത്തിൽ കിടക്കുന്നത് 2 വിഭാഗത്തെയാണ്. ഖുർആൻ മൊത്തത്തിലൊന്ന് പരിശോധിച്ചാൽ കാണുന്നത് 1ാമത്തെ വിഭാഗമാരാ? അലൈഹി അന്നഹു മൻ തവല്ലാ വഅന്നഹു യുളില്ലുഹു വയഹ്ദീഹി ഇലാ അദാബിസ് സഈർ. അദാബിസ് സഈർ. അദാബിസ് സഈർ. ഈ 4ാമത്തെ സഈർ എന്ന് പറയുന്ന നരകത്തിന്റെ അദാബ് അല്ലാഹു കൊടുക്കുന്നത് ആർക്കാ? കുതിബ അലൈഹി അന്നഹു മൻ തവല്ലാ വഅന്നഹു യുളില്ലുഹു. ശപിക്കപ്പെട്ടവനാരാ? ശപിക്കപ്പെട്ടവനാരാ? ശാപം പേറിയവനാരാ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. തന്റെ തന്ത്രം കൊണ്ട് കുറെ ജനങ്ങളെ വശീകരിക്കാറുണ്ട്, കുറെ ജനങ്ങളെ തന്റെ ആവാഹിച്ചെടുക്കാറുണ്ട്. അവർക്ക് നേതാവാകുന്ന ഇബ്ലീസിന്റെ കൂടെ കടന്നു പോകാൻ വേണ്ടി അല്ലാഹു ഒരുക്കിയിരിക്കുന്നതാണ് നരകമെന്ന കത്തിക്കാളുന്ന ലോകത്തിന്റെ 4ാമത്തെ കവാടമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇബ്ലീസിന്റെ അണികൾക്ക് കടന്നു പോകാനുള്ള കവാടമാണ് 4ാമത്തെ കവാടം. ഇബ്ലീസിന്റെ അണികൾ എന്ന് പറഞ്ഞാൽ ആരാ? സ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ഉള്ളിൽ നിന്ന് ഫസാദ്, ഈബത്ത്, ദുർമാർഗങ്ങളൊന്നും ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടാവൂല. അതല്ലേ ചില ആൾക്കാർ പറയാ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ മതപ്രസംഗിക്കും, ഗാനമേളയിൽ സെറ്റപ്പാ. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പള്ളിയെ സഹായിക്കും, അതുപോലെ തന്നെ ശരിക്കും പലിശക്കാരും. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ സംസം വെള്ളം കുടിക്കും, മറ്റേ സാധനം കുടിക്കും. അങ്ങനെ നല്ല ഈമാനും തഖ്വയും ഒത്തിണങ്ങിയ മക്കളാ എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. ഇത് മുഴുവനും നശിപ്പിച്ചു കളയാണ് പരിപാടി. ഇത് ഒരിക്കലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഒരിക്കലും. ഇപ്പൊ ഡിസംബർ 31 രാത്രി എത്ര പേരാന്നറിയോ ചെറുപ്പക്കാര് കരഞ്ഞുകൊണ്ട് പ്രസംഗത്തിന് വിളിച്ചത്? സാറ് എവിടെ പോയാലും നിങ്ങൾ നമ്മുടെ നാട്ടിൽ പോവാ. കാരണം എന്തേ? ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊന്നും പോകുന്നത് വേറെ സ്ഥലത്തേക്കാണ്.
എത്ര പോകൂലാന്ന് തീരുമാനിച്ചാലും അവനെ കൊണ്ടുപോകാനാണ്. ആരെ അള്ള പടച്ചിരിക്കുന്നത്? ഇബ്ലീസിനെ. നിങ്ങൾ തീരുമാനിച്ച തീരുമാനം നടത്താതിരിക്കാൻ, നടപ്പിൽ വരുത്താതിരിക്കാൻ ഇബ്ലീസ് നിങ്ങളുടെ കൂടെ നടക്കുന്ന, എങ്ങനെയെങ്കിലും ചിന്തകൾ കൊടുത്ത്, ആഗ്രഹങ്ങൾ കൊടുത്ത്, ആർത്തി കൊടുത്ത് പലതിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ടല്ലേ എത്ര 27-ാം രാവിലെ സുജൂദിൽ കിടന്ന് പൊട്ടിക്കറിഞ്ഞ് നമ്മൾ തൗബ ചെയ്തത്, അതിന് കള്ളു കുടിക്കൂല, സിനിമ കാണൂല, അങ്ങനെ ചെയ്യൂല, ഇങ്ങനെ ചെയ്യൂല, അടുത്ത 27 ആവണതിന് മുമ്പ് നമ്മൾ ഇതെല്ലാം ചെയ്തു തീർക്കും. എന്തുകൊണ്ടാണ്? ഇബ്ലീസ് റമളാൻ മാസത്തിൽ വിശ്രമിച്ചിട്ട് ശേഷമുള്ള മൊത്തം ഡ്യൂട്ടിയും കൂടെ ഒരുമിച്ച് അടുത്ത ശവ്വാലിന്റെ പിറ കണ്ട അപ്പോഴേ കുപ്പി ബുക്ക് ചെയ്യുകയാണ്. ഇത് ഇബ്ലീസ് ചെയ്തിട്ടല്ല, നമ്മുടെ സഹോദരങ്ങളുടെ സ്വന്തം താല്പര്യമല്ല. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇവരുടെ മനസ്സിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഓർത്തു നോക്കി, ചില ആൾക്കാർ പള്ളിയിലേക്ക് വിളിക്കുമ്പോൾ പറയും, ഓ റമളാനൊക്കെ കുറെ പോരട്ടെ, ഇനി കുറച്ച് ക്ഷീണമൊക്കെ കഴിയട്ടെ എന്ന് പറയുമ്പോ റമളാൻ മാസമുള്ള ഒരു ഓഫീസ് റൂമായി പള്ളിയെ നമ്മൾ കാണാൻ പാടില്ല. ഇബ്ലീസ് നമ്മുടെ ശരീരത്തിനൊന്നും പോവില്ല. ഏതുവരെ പോവില്ലെന്നറിയോ? അവസാന സമയം വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. എനിക്കും നിങ്ങൾക്കും അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു ആയുസ്സുണ്ടല്ലോ, എനിക്കും നിങ്ങൾക്കും അല്ലാഹു തീരുമാനിച്ചിരിക്കുന്ന ഒരു പരിധിയുണ്ടല്ലോ. ആ പരിധി എത്തിക്കഴിഞ്ഞാ നമ്മുടെ കുടുംബക്കാര് പൊട്ടിക്കരയട്ടെ, നമ്മുടെ ബന്ധുക്കള് കണ്ണീരൊടുക്കട്ടെ, പ്രായപൂർത്തിയാകാത്ത മക്കള് ഉമ്മ എനിക്ക് വാപ്പയെ കാരണമെന്ന് സന്തൂക്കിലേക്ക് എടുത്തു വെച്ച പിതാവിന്റെ മയ്യത്ത് നോക്കി പൊട്ടിക്കരയട്ടെ. ഒരു പരിഗണനയില്ലാതെ അല്ലാഹു ഖാബിദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞു വിട്ടുകൊണ്ട് നിന്നെ കൊണ്ടുപോകുമ്പോ അവസാന സമയമില്ലേ, ആ സമയത്ത് ഇബ്ലീസ് നിന്റെ അരികിൽ വരുമെന്ന. ഇബ്ലീസ് അടുത്തു വരും. എന്നിട്ട് നല്ല മനോഹരമായ കണ്ടാൽ കുടിക്കാൻ തോന്നുന്ന തരത്തിലുള്ള, ഇപ്പൊ റമളാനിൽ ഉച്ച സമയത്തൊക്കെ ശരിക്കും നോമ്പുകാരായി വിറത്തൊഴുകി തളർന്നു പോകുമ്പോ നല്ല ചുമന്ന തണ്ണിമത്തന്റെ ജ്യൂസ് ഇങ്ങനെ വഴിയിൽ അടിച്ചു വെച്ചിരിക്കുമ്പോ നമ്മളിങ്ങനെ നോക്കിയിട്ട് പറയും, അല്ലാഹ് ബഹുറും അസറൊക്കെ മാറ്റി മാരിവിന്റെ ഭാഗം ആദ്യം ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ ആഴത്തരാം. കാരണം പൊരി വെയിലത്ത് നോമ്പെടുക്കുന്നവർക്ക് എന്റെ കഷ്ടപ്പാടറിയുള്ളൂ. ഒരു ഉമ്മാമ പറഞ്ഞത് വുദൂവിന് ശേഷം വെള്ളം കുടിക്കൽ സുന്നത്തല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ നോമ്പ് കുടിക്കും ഉസ്താദ് എന്നാണ് ഉമ്മാമയുടെ സംശയം. കാരണം ഉമ്മാമ റമളാൻ മാസത്തിൽ മൂക്കറ്റം കുടിയാ. കുടത്തിൽ ഉദു കൊടുത്തിട്ട് ബാക്കി പറഞ്ഞ മൊത്തം കമത്തുക വയറ്റിലേക്ക്, അസറിന്റെ ഉദു കൊടുത്തിട്ട് ബാക്കി പറഞ്ഞ മൊത്തം കുടിക്കുക, ഇത് തന്നെ ജോലി. അപ്പൊ ഉമ്മാമക്ക് ഒരു ക്ഷീണമില്ല, കൃത്യമായി നിസ്കരിച്ച് ഉദു കൊടുത്താൽ ഓരോ വക്കത്തിനും ഉദു കൊടുക്കുക, ക്ഷീണം ഉണ്ടാവുമായിരിക്കും. രാവിലത്തെ ഉദു കൊണ്ട് മാരിവരെ നിസ്കരിച്ചാൽ വലിയ ക്ഷീണമാവും, ദുഹറിന് ഉദു കൊടുക്കണം, അസനും അങ്ങനെ എപ്പോഴും ഉദു കൊടുക്കണമെന്നാ. അതുപോലെ ഉച്ച സമയത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റമളാൻ അല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സുന്നത്ത് മുമ്പളൊക്കെ പിടിക്കണം, നല്ലതാ. വല്ലപ്പോഴും ഒക്കെ പിടിക്കുക, തിങ്കളും വേഴും ഒക്കെ നമുക്ക് പറ്റുന്ന സമയത്ത്. ഉസ്താദുമാരൊക്കെ ശരിക്കും പിടിക്കാറുണ്ട്. അള്ളാഹു പടച്ചു തമ്പുരാൻ അവര് നോമ്പ് തുറക്കുന്ന സമയത്ത് ദുആയിൽ നമുക്ക് കൂടി അള്ളാഹു ഒരു പങ്ക് തരട്ടെ. അങ്ങനെ എല്ലാവരുടെയും പങ്ക് ചോദിച്ച് നടന്നാൽ പോരെ, നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. കുറെ സുന്നത്ത് നോമ്പുകളൊക്കെ വല്ലപ്പോഴും ഒക്കെ. പണ്ട് സ്ത്രീകളൊക്കെ അങ്ങനെ പിടിക്കുമായിരുന്നു, പിടിച്ചു വീടുമായിരുന്നു കുറെ സുന്നത്ത് നോമ്പുകൾ. ഇന്ന് അതിനൊന്നും നേരമില്ല. പിന്നെ ഉള്ള കുറെ സുന്നത്ത് നോമ്പുകൾ പിടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാര് നോട്ടീസുമായിട്ട് വരിക, അവിടെയും ഇപ്പൊ നോട്ടീസായി. കുറെ സുന്നത്ത് നോമ്പുകൾ സമുദായം പിടിക്കുമായിരുന്നു, അതുപോലും ഇപ്പൊ വേണ്ട, അതൊന്നും സുന്നത്തില്ല, അതൊക്കെ വെറുതെ. സാധാരണ മൗലൂദ് സലാത്തൊക്കെ പറയുമ്പോൾ മൊയ്ലാക്കന്മാരെ വയറ് വീർപ്പിക്കാനാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ. നീ പറഞ്ഞത് ഇപ്പൊ അങ്ങനെ അശ്വതി സമ്മതിക്കുക. ഈ നോമ്പ് പിടിക്കാൻ മൊയ്ലാക്കന്മാര് ജനങ്ങളോട് പറയണത് ആരെ വയറ് വീർപ്പിക്കാനാ, അത് വേറെ ഒട്ടിക്കാനല്ലേ. എന്നാലും അതും സമ്മതിക്കൂല ചില ആൾക്കാർ. പ്രിയമുള്ള ഉമ്മമാരെ, പണ്ട് കാലം മുതൽ നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞു തന്ന നമ്മുടെ മാസങ്ങളിലെ സുന്നത്ത് നോമ്പുകളിൽ വല്ലപ്പോഴും കടന്നു വരുന്ന മുഹറം പോലെ ശഅബാൻ പോലെ അൽഹംദുലില്ലാ നല്ല നല്ല ദിവസങ്ങളെ ഓർമ്മിക്കുന്ന സുന്നത്ത് നോമ്പുകൾ നിത്യമായും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരങ്ങൾ പിടിക്കുക. കുഞ്ഞുമക്കളെ കൊണ്ട് പോലും പിടിച്ച് ശീലിപ്പിക്കുക. എങ്കിലേ വളർന്നു വരുമ്പോ ദീനും ബോധവും ഒക്കെ അവർക്ക് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നഷ്ടമാകും. ഉമ്മ മരിച്ചാൽ ഉമ്മാക്ക് ദുആ ചെയ്യാൻ നേരമില്ലാത്ത മോളായി നിന്റെ മോള് മാറും. നാഥൻ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അവസാന സമയം ഇബ്ലീസ് വരും. അസ്രായീൽ റൂഹ് പിടിക്കുമ്പോഴുള്ള നൊമ്പരമുണ്ടല്ലോ, അത് വല്ലാത്ത നൊമ്പരമാണ്. നരകത്തിന്റെ 4ാമത്തെ കവാടത്തിൽ നിന്നെ കൊണ്ടുപോകാൻ ആ നൊമ്പരം അനുഭവിച്ചു കിടക്കുന്ന നിന്റെ മുന്നിലേക്ക് ശപിക്കപ്പെട്ടവനാരെ ഇബ്ലീസ് വരുന്നതാ. ആ ഇബ്ലീസ് വന്നിട്ട് തൊണ്ട വരണ്ടുണങ്ങും റൂഹ് പിടിക്കുമ്പോൾ. ഇപ്പൊ രാത്രി നമ്മള് വീട്ടിൽ കിടന്ന് രാത്രി ഒരു സ്വപ്നം കാണുകയാണ്, പേടിച്ച് വിറച്ച്
ഡ്രാക്കുളയെ സ്വപ്നം കണ്ടു. മൈലൂരുള്ള താത്ത അമ്മായിയുടെ കോലത്തിലാണ് വരുന്നത്, ഭർത്താവിന്റെ ഉമ്മാടെ കോലത്തിൽ. അതങ്ങനെയാണ് വരിക. മരുമക്കളാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ട് അങ്ങനെ വരുള്ളൂ. 2 കൊമ്പൊക്കെ വെച്ച് നീളം പല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ വരിക. വന്ന് രക്തം ഇങ്ങനെ ഊറ്റിക്കുടിച്ച് താത്ത ഇങ്ങനെ പേടിച്ച് ചാടി എഴുന്നേറ്റുടനെ മേശപ്പുറത്ത് തപ്പി നോക്കുന്നത് ജഗ്ഗും വെള്ളവും ഉണ്ടോന്നാണ്. കാരണം എന്താ, പേടിച്ചു പോയാൽ പെട്ടെന്ന് മനുഷ്യന് ദാഹമുണ്ടാകും. ആ വെള്ളം ഇങ്ങനെ മടമടാ വായിലേക്ക് ഒഴിച്ചു കുടിക്കുന്നത് ഭയം മാറ്റാനാണെങ്കിൽ, അസ്റായീൽ അലൈഹിസ്സലാം വന്ന് ഭയം നിറച്ചു കിടക്കുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വാതുറന്നുകൊണ്ട് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു നിൽക്കുമ്പോൾ ശപിക്കപ്പെട്ടവനാര ഇബ്ലീസദാ ആർക്കും കാണാൻ കഴിയാറ് അവന്റെ മുന്നിലേക്ക് മാത്രം പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് കാണിച്ചു കൊടുക്കുന്ന നല്ല മനോഹരമായ കളർ വെള്ളം, കുടിക്കാൻ തോന്നുന്ന വെള്ളം. ഇതാരാണ് വാങ്ങിച്ചു കുടിക്കുക? ഈമാനുള്ളവർ, അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞവർ, സ്വലാത്ത് ചൊല്ലിയവർ, ഖുർആൻ ഓതിയവർ, ദിക്ർ ചൊല്ലിയവർ, തഖ്വയോടുകൂടി പാതിരാ സമയം കണ്ണുനീരോടുകൂടി തൗബ ചെയ്തു മടങ്ങിയ മുഅ്മിനീങ്ങൾ, മുഖ്ലിസീങ്ങൾ, അവർ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ ഇത് വാങ്ങി കുടിക്കുകയില്ല. പിന്നെ ആരാണിത് വാങ്ങി കുടിക്കുക? മൊബൈലിനകത്ത് ബ്ലൂ ഫിലിം കൊണ്ട് നടന്ന ചെറുപ്പക്കാരൻ. വെളിയിൽ നോക്കുമ്പോ മക്കയുടെയും മദീനയുടെയും ഫോട്ടോയാ. അത് പറയും നീ സെറ്റപ്പാണ് നടക്കുന്ന, പക്ഷെ അകത്തെ മെമ്മറി കാർഡ് ഓപ്പൺ ആക്കി നോക്കാതിരുന്ന അൽഹംദുലില്ലാഹ് റാഹത്ത. നമ്മൾ ആലോചിച്ചൊക്കെ ഫ്രണ്ടിൽ അല്ലാഹു മുഹമ്മദ് എന്നൊക്കെ അടിച്ചിട്ടിരിക്കും, പക്ഷെ അതിന്റെ അകത്തെ സംഭവം എന്താന്ന് പരിശോധിച്ച് നോക്കിയല്ലേ അറിയുള്ളൂ. ഇന്ന് അതിന് വല്ലാത്ത സംവിധാനമല്ലേ നമ്മുടെ നാട്ടിലുള്ളത്. ഒരുപാട് സംരംഭങ്ങളില്ലേ അതിനു വേണ്ടി മാത്രം. എത്രയോ കുഞ്ഞുങ്ങൾ അതിന്റെ പേരിൽ മാത്രം വഴിതെറ്റി പോകുന്നുണ്ട്. എത്രയോ പേര് അതിന്റെ പേരിൽ മാത്രം വഴിതെറ്റിയിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ പോലും, എന്റെ പ്രിയമുള്ളവരെ, 90 മണിക്കൂറുകൾ സേവ് ചെയ്തിട്ട മെമ്മറി കാർഡിനകത്തുള്ള ബ്ലൂ ഫിലിമുമായി സ്കൂളിൽ വന്നത് ഈ കേരളത്തിന്റെ തൃശൂർ ജില്ലയിലാ. അല്ലാഹു തആല നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. 5ാം ക്ലാസ്സിലാ പഠിക്കുക. അവന്റെ മനസ്സിന്റെ ചിന്തയെ കുറിച്ച് നമ്മൾ ഓർത്തു നോക്കി. എന്തൊരു അപകടകരമായ അവസ്ഥയാണ്. ഇവരൊക്കെയാണ് പിശാചിന്റെ ആൾക്കാര്. അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന കുറച്ചുപേര് മാത്രമല്ല, ഉള്ളിന്റെ ഉള്ളിൽ പൈശാചികമായ രോഗം ബാധിച്ചു പോയവർക്ക് നരകത്തിന്റെ 4ാമത്തെ കവാടമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുകയാണ്. അവന്റെ സ്വഭാവം എന്തൊക്കെയാ അവന്റെ മൊബൈൽ കണ്ടാൽ അറിയാം. അവന്റെ മൊബൈലിൽ കിടക്കുന്ന ഓരോന്നിടത്ത് നോക്കിയാൽ അറിയാം. അവന്റെ റൂമിനകത്ത് കയറിയാൽ അറിയാം. അവന്റെ റൂമിനകത്ത് കട്ടിൽ കിടക്കുമ്പോ മുകളിൽ ഐശ്വര്യ റായിയുടെ ഫോട്ടോ, സൈഡിൽ സുസ്മിതാ സെന്നിന്റെ ഫോട്ടോ, അങ്ങനെ എന്ന് വേണ്ട സാനിയ മിർസ തിരിഞ്ഞ് എന്ന് ഷട്ടിൽ കളിക്കണ്, കമന്ന് നിന്ന് ഷട്ടിൽ കളിക്കണ്. ഇത് മുഴുവനും അവന്റെ വീട്ടില് ഒട്ടിച്ചു വെച്ചിട്ട് അത് കണ്ട് ആസ്വദിച്ച് കിടന്നുറങ്ങുന്ന ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാർ ഒരു നബിദിന ജാഥ നടത്തിയത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, റമദാനിൽ 27-ാം രാവിലെ ഒരു വല കപ്പപ്പടം വാങ്ങിച്ച് പാവപ്പെട്ട സമുദായത്തിന് നോമ്പ് തുറക്കാൻ കൊടുത്തെന്ന് പറഞ്ഞു അല്ലാഹു ഒന്ന് മയങ്ങുമെന്ന് കരുതിയെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. മനസ്സിന്റെ അകത്തിരുന്ന് പിശാചിനെ പിടിതെറിഞ്ഞേ പറ്റൂ. അവൻ നമ്മളെ രക്ഷപ്പെടാൻ അനുവദിക്കൂല. അവൻ എപ്പോഴും നമ്മുടെ കൂടെ നടന്ന് നമ്മ ഏതൊരു കുഴി കാണോ അതിൽ ചാടിക്കാനുള്ള ശ്രമം നടത്തും. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഈ വാല് കേട്ടിട്ട് എന്തെങ്കിലും ഒരു മാറ്റത്തിന് തീരുമാനിച്ചാൽ ആ പിശാചിന്റെ രൂപത്തിൽ കുറെ ഫിത്നയുടെ ആൾക്കാർ നിങ്ങളുടെ നാട്ടിൽ പറയും, എടാ ഇതൊക്കെ മൊയിലാക്കന്മാർ അങ്ങനെ പറയും, നീ അത് കേട്ടിട്ട് എന്തിനാ ബേജാറാവുക, നമുക്ക് പണ്ടത്തെ പോലെ നല്ല ഉഷാറായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞ് മനസ്സിനെ മാറ്റും. പ്രിയമുള്ള ആഘോഷങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ സഹോദരങ്ങളെ, ഇന്നലെ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ രാത്രി വിളിച്ചു ചോദിച്ചതാണ്. പ്രഭാഷണം കഴിഞ്ഞ് ബൈക്കിൽ 3 പേര് ബൈക്കിൽ യാത്ര ചെയ്തു പോയതാണ്. പോയപ്പോൾ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് സിനിമാറ്റിക് ഡാൻസ് നടക്കുകയാണ്. ഇൽമിന്റെ വേദിയിൽ വന്നു പോരാ മസ്ജിദുൽ അബ്റാർ യൂത്ത് ഫെഡറേഷന്റെ പ്രിയപ്പെട്ട സദസ്സിൽ വന്നിരുന്നിട്ട് ഇൽമ കേട്ടിട്ട് കണ്ണീരോടെ ദുആ ചെയ്ത് സങ്കടത്തോടെ പിരിഞ്ഞുപോയ പ്രിയപ്പെട്ട 3 മക്കളിൽ ബൈക്ക് ഓടിച്ചു കൊണ്ടിരുന്ന സഹോദരൻ ആ ബൈക്ക് ജനങ്ങളെല്ലാം റോഡിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞുകൊണ്ട് സിനിമാറ്റിക് ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ ആ ഭാഗത്ത് ബൈക്ക് അങ്ങോട്ട് ഒതുക്കി വെച്ചപ്പോ പുറകിൽ നിന്നൊരു സഹോദരൻ പറഞ്ഞു, വേണ്ടടാ
നമുക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, ഇത് കാണാ, ഇത് ആസ്വദിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്, നമ്മുടെ പ്രായം അതാണ്. പക്ഷേ നമുക്ക് സ്വർഗത്തിന്റെ പാട്ട് പോരെ, സ്വർഗത്തിന്റെ സുഖം പോരെ. ഉസ്താദ് പറഞ്ഞ ബോക്സിന്റെ ശബ്ദം പോലും നമ്മുടെ കാതിൽ നിന്ന് മാഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മുമ്പിലിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ അത് ശ്രദ്ധിച്ചുകൊണ്ട് ബൈക്കെടുത്തുകൊണ്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിളിച്ചു പറയുകയാ, ഉസ്താദേ, പണ്ട് ഗാനമേള കേൾക്കാൻ ഉത്സവപ്പറമ്പില് എല്ലാം പറന്നിട്ട് ഉറക്കമെടുത്ത് പോയിരുന്നവനാ ഞാൻ. പക്ഷെ ഇന്നലത്തെ രാത്രിയിൽ എനിക്ക് പറ്റിയ വല്ലാത്ത മാനസാന്തരമുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ അടിഞ്ഞാട്ടം കാണാൻ ലോകത്തൊരു സ്ഥലത്തും പോകൂലെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാത്രി വിളിച്ചു പറഞ്ഞു പോരെങ്കിൽ എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവര്? എല്ലാവർക്കും ഇത് അനുഭവപ്പെടണമെന്നില്ല. ചില ആൾക്കാരുടെ മനസ്സിന്റെ കത്ത പിശാചിന് ഇൽമിന്റെ വേദിയിൽ വെച്ച് കൊന്നൊടുക്കി കഴിഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന ഹിദായത്തിന്റെ പരമാനന്ദമായ സുഖമാണത്. എല്ലാവരുടെ കൽബിലും ഉണ്ടാകും, എല്ലാവരുടെ കൽബിലും ഉണ്ടാകും. കുഴിയിൽ ചാടിക്കാൻ വേണ്ടി അവൻ പോയിട്ടുണ്ട് ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ എത്ര സംഭവം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നപ്പോ മൂസാ നബി അലൈഹി സ്വലാം ശപിക്കപ്പെട്ടവനായ ഇബ്ലീസിനോട് ചോദിച്ചു, ഇബ്ലീസേ, നീ എങ്ങനെയാണ് ഈ ജനങ്ങളെ നശിപ്പിക്കുക? എങ്ങനെയെങ്കിലും നല്ലതുപോലെ ജീവിക്കണമെന്ന് താല്പര്യപ്പെട്ടു വരുന്നവരെ നീ വീണ്ടും നിന്ന് വലയിലാക്കുക. ഇബ്ലീസ് പറഞ്ഞു, 3 സമയങ്ങളിൽ എന്നെ നല്ലതുപോലെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അവര് ദുഃഖിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അവരെയും കൊണ്ട് ഞാൻ നരകത്തിൽ പോകും. നരകത്തിന്റെ 4ാമത്തെ കവാടം പിശാചിനും അണികൾക്കും അനുയായികൾക്കും ഉള്ളതാണ്. മൂസാ നബി ചോദിച്ചു, ആ 3 പ്രത്യേകമായ സമയമേതൊക്കെയാ? കൈലൂരത്തെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിച്ചോ? ഒന്നാമത് കലീമുല്ലാഹി മൂസാ നബിയോട് ശപിക്കപ്പെട്ടവനാര ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുന്നു, നബിയേ, ഒന്ന് ദേഷ്യം വരുമ്പോഴാണ്, ഒന്ന് കോപം വരുമ്പോ എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉമ്മായ ചവിട്ടും, ഉസ്താദിനെ ചവിട്ടും, ഖുർആൻ വലിച്ചെറിയും, പള്ളിക്കകത്ത് അടിയുണ്ടാക്കും, സർവ്വതും ഉണ്ടാക്കും. അന്നേരം എന്നെ സൂക്ഷിച്ച് ഔദു ബില്ലാഹി ശൈത്താൻ റജീം എന്നൊക്കെ ഇബ്ലീസ് ഇപ്പൊ കടന്നു വരും. ദേഷ്യം വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് മനസ്സിനെ, ശരീരത്തെ പിടിച്ചു നിർത്തിയ അവന് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ അന്നു മുതൽ അവൻ എന്റെ ആളാണ്. മക്കൾക്കൊക്കെ വലിയ ദേഷ്യമല്ലേ? ആരോടാ? മാതാപിതാക്കളോട്. ചില ഉമ്മമാര് പറയും, എന്റെ മൂത്ത മോൻ വീട്ടിൽ വന്നാ പിന്നെ ഞങ്ങൾ ഒന്നും മിണ്ടൂല, അവന് വലിയ ദേഷ്യമാ. ഈ മൂത്ത മോൻ എങ്ങനെ മൂത്തതായി എന്ന് മോൻ ചിന്തിക്കണം. അല്ലാതെ ഉമ്മായും പാപ്പായും വരച്ചവരെ നിർത്തുന്ന മക്കളുണ്ട്, വലിയ മിടുക്കന്മാരെന്നാണ് അവരുടെ ധാരണ. ഞാൻ വീട്ടിൽ ചെന്ന വളരെ സൈലന്റാ, ഞാൻ വരുന്നതോടുകൂടി എനിക്ക് അത്രയ്ക്ക് ഭയങ്കര വിലയാ വീട്ടിൽ. എന്തുകൊണ്ടാ? യവന്റെ ഈ വാത്താളവും യവന്റെ ദേഷ്യവും യവന്റെ കോപവും ഉമ്മയും ഉപ്പയും പേടിച്ചു പോവുകയാണ്. എത്ര ഉമ്മമാരെ ചവിട്ടിയ മക്കൾ, എത്ര പള്ളികളിൽ പിത്തനയുണ്ടാക്കിയവരുണ്ട്. പൊതുയോഗത്തിന്റെ കൊട്ടേഷൻ ടീമുമായിട്ട് യോഗം ഇല്ലേ? ചെറുപ്പക്കാർക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്തിട്ട് ഇന്ന് 10 സെക്കൻഡോടാ, നിനക്ക് എന്തു വന്നാലും ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നേരത്തെ ജാമ്യമെടുത്ത് പള്ളിയുടെ പൊതുയോഗത്തിന് ആളെ കൊണ്ടുപോകുന്നവരില്ലേ? ഓർത്തു നോക്കി. ദേഷ്യം വരുമ്പോൾ ഇബ്ലീസ് നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്താറില്ലേ? ശപിക്കപ്പെട്ടവനാര പിശാച് നമ്മളെ കീഴ്പ്പെടുത്താറില്ലേ? മൂസാ നബി അലൈഹിസ്സലാം രണ്ടാമത് ചോദിച്ചു, പിന്നെ എപ്പോഴാ ഇബ്ലീസേ നിന്നെ സൂക്ഷിക്കേണ്ടത് എപ്പോഴാ? കലീമുല്ലാഹി മൂസാ നബിയോട് ശപിക്കപ്പെട്ടവനാർ ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, രണ്ടാമതെന്നെ സൂക്ഷിക്കാനുള്ളത് എപ്പോഴെന്നറിയുമോ? രണ്ടാമതെന്നെ ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴെന്നറിയുമോ? ആരെങ്കിലും സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോ എന്നെ ശ്രദ്ധിക്കണേ, എല്ലാ സ്വതക്കയിൽ നിന്നവരെ ഞാൻ പിന്തിരിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഒരു സഹോദരി ഇവിടെ ഇന്നലെ വാത് കേട്ടപ്പോ തീരുമാനിച്ചു, ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോ ഒരു കമ്മൽ കൊണ്ട് കൊടുക്കണം പള്ളിക്ക്. തീരുമാനം. വീട്ടിൽ പോയി ഭർത്താവിനോട് പറഞ്ഞേക്കാ, നിങ്ങൾ വാത് കേൾക്കാൻ വന്നില്ല, പക്ഷെ നിങ്ങൾ വരണമായിരുന്നു, ഞാൻ എന്തായാലും എന്റെ കമ്മലൂരി നാളെ കൊടുക്കാൻ പോവാ. അപ്പൊ ഈ ഭർത്താവ് പറയും, ഭ്രാന്തുണ്ടോ? വന്നതിന് ഔഷാദ് വാക്കവിയല്ലേ, അതാ ഞാൻ വരാത്തതാ. കാരണം എന്താ? അയാൾ ഉള്ള ചില്ലറൊക്കെ വാങ്ങിച്ചെടുക്കുമെന്ന് എനിക്കറിയാം. നീ എന്തിനാ കൊടുക്കാൻ പോകുന്നത്? ഇന്ന് നീ അത് കൊടുത്തിട്ട് വന്നിരുന്ന ഇതിനകത്ത് ഞാൻ കയറ്റൂലായിരുന്നു ശൈത്താനെ. നാളെ അതിനും പോണ്ട ഒന്നിനും പോണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ടവളെ പറഞ്ഞു വിലക്കി മാറ്റാൻ ഈ സഹോദരനും മനസ്സ് കൊടുക്കുന്നത് ഇബ്ലീസ്. അപ്പോ ആ പെണ്ണുമുള്ള വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ കമ്മല് വേണ്ട, കമ്മലിന്റെ ചെറിയ ആണി കൊടുക്കുക. നിയത്ത് ചെയ്തതല്ലേ? പെണ്ണുങ്ങൾക്ക് വലിയ പേടിയാണ്.
പെണ്ണുങ്ങൾക്ക് വലിയ പേടിയാണ്, കമ്മലിന്റെ ആണി കൊടുക്കണം. അങ്ങനെ തീരുമാനിച്ചു. അവസാനം പിറ്റേന്ന് രാവിലെ വാതിനൊക്കെ പോകാനുള്ള തീരുമാനങ്ങളൊക്കെ വീട്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരി വിചാരിക്കും, ഭർത്താവ് പറഞ്ഞതല്ലേ കൊടുക്കണ്ട, നീ അത് കൊടുത്തിട്ട് ഭർത്താവിന്റെ പൊരുത്തക്കേട് കിട്ടണ്ട, അപ്പൊ ആണി കൊടുക്കണ്ട, 100 രൂപ കൊടുക്കണം. അങ്ങനെ 100 ഇതൊക്കെ ആരാ ചെയ്യിപ്പിക്കണേ? കേവലം ഒരു ഭർത്താവോ നിന്റെ ചിന്തയോ അല്ല, ഇബ്ലീസ. അവസാനം 100 ആ 100 കൊടുക്കാൻ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാ 250 നോട്ട്. പെട്ടെന്നാണ് ബെല്ലടിക്കുന്നു. വീട് തുറന്നു നോക്കുമ്പോൾ ഒരാൾ പറയുന്നു, കുസ്കുസ് കമ്പനിയിൽ പറ്റിയാണ്, കുത്തിയാൽ പറക്കുന്ന അടുപ്പുമായിട്ട് വന്നതാണ്. അങ്ങനെ കുത്തിയാ പറക്കണ അടുപ്പിന് അഡ്വാൻസ് കൊടുക്കണം 50 രൂപ. മച്ചാരെ പറഞ്ഞ മച്ച കുത്തിയാ പറക്കണ അടുപ്പ് വേണ്ടെന്ന് പറയും. അതുകൊണ്ട് താത്ത വിചാരിക്കും, എന്നാൽ ഈ 250 ഒരങ്ങോട്ട് കൊടുത്ത് അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടിരിക്കും. അടുപ്പല്ലേ, പെട്ടെന്നൊന്നും കറവും കൊടുത്ത് ഗ്യാസൊക്കെ ചിലപ്പോ കിട്ടൂലെങ്കിൽ ഇതൊക്കെ ചെയ്യാലോ എന്ന് പറഞ്ഞാൽ അത് ബുക്ക് ചെയ്യുമ്പോൾ 50 പോയേ, ബാക്കി 50. ഈ 50 വീട്ടിൽ നിന്ന് കുഞ്ഞുമ്മ വരണു, പാപ്പ വരണു, എല്ലാവർക്കും കൂടി 50-50 ആയിട്ട് 40 രൂപ വെച്ച് പിരിച്ചു കൊടുത്തിട്ട് ബക്കറ്റ് കൊണ്ടുപോയി ഇടാൻ പറയും. സ്വർണ്ണം നീത്ത് ചെയ്ത വെണ്ണ 2 ഇതുവരെ ആരാ എത്തിച്ചത്? ഇബ്ലീസ്. നിങ്ങൾ ആര് നിയത്ത് ചെയ്താലും ആ സെക്കൻഡിൽ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഇരിക്കുമ്പോ കല്യാണം വിളിക്കാൻ ഒരാൾ വന്നു, ആ വരണം, നിങ്ങളെല്ലാരും വരണം, എന്റെ മോളെ കല്യാണമാ, പാപ്പയില്ലാത്ത പൊന്നുമോള, കഷ്ടപ്പെട്ട് നടത്തുന്നതാ. ഈ വിളി കേൾക്കുമ്പോ തന്നെ ഭർത്താവ് ചിന്തിക്കും, ഇൻഷാ അല്ലാഹ് ഒരു 5000 രൂപ കൊടുക്കണം അല്ലെ, നമുക്ക് മക്കളുള്ളതല്ലേ, തീരുമാനം. അവസാനം കല്യാണത്തിന് പോകുമ്പോ 500 രൂപ കിട്ടിയാ ഭാഗ്യ. വിളിക്കാൻ വരുമ്പോ ഈ സങ്കടം കാണുമ്പോൾ തീരുമാനിക്കുന്ന 5000. പിന്നെ ആരാണ് ഇത് കുറയ്ക്കുന്നത്? ആ കുറയ്ക്കുന്ന ആളിന്റെ പേരാണ് ഇബ്ലീസ്. അത് ആരുടെ രൂപത്തിലാണെങ്കിലും ശരി, ഭർത്താവിന്റെ രൂപത്തിലാണെങ്കിലും മക്കളുടെ രൂപത്തിലാണെങ്കിലും ശരി, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നബിയോട് ശപിക്കപ്പെട്ടവനാണ് ഇബ്ലീസ്. പറയുന്ന നബിയേ, നരകത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ എളുപ്പത്തിൽ ചെല്ലുന്ന മൂന്നാമത്തെ വഴി എപ്പോഴെന്നറിയോ? അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കാവുന്ന സമയത്ത്. ഒരു സ്ഥലത്ത് അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തായാൽ ഇബ്ലീസ് പറയണം, മൂന്നാമതായി അവരുടെ കൂടെ കസേരയിട്ട് ഞാനിരിക്കും. അവർ രണ്ടുപേരെ റെഡിയാക്കി നരകത്തിൽ കൊണ്ടുപോകണ കാര്യം ഞാൻ. ഇത് ഇബ്ലീസിന്റെ ജോലിയാണ്. അതുകൊണ്ട് ആദ്യം മെസ്സേജ് വരും, ആദ്യം മിസ് കോള് വരും, പിന്നെ രാത്രി കിടന്നുറങ്ങുമ്പോ +2 പഠിക്കുന്ന മോളെ മൊബൈലിൽ കൂക്കു എടുത്തു നോക്കുമ്പോ മൂപ്പിലാൻ ഉറങ്ങിയോ, ചുക്കൂർ മയൂരി. ഉടനെ അവള് തിരിച്ചേക്കും, ഉറങ്ങിയിട്ടില്ലടാ പഹയ, 12 മണി കഴിയട്ടെ, മൂപ്പിലാന് ശ്വാസം വിട്ടുള്ളതാ, പതുക്കെ ഉറങ്ങുള്ളൂ. തിരിച്ചങ്ങോട്ട് അവന് കൂക്കു വെക്കാൻ ആരുമില്ല. അവനെ അതെങ്ങനെ വീടിന്റെ ഡ്രസ്സിന്റെ കൊണ്ട് ചെടിയുടെ ഇടയിൽ ഇരിക്കായിരിക്കും. ഇവിടെ വാപ്പയും കൂക്കു വെക്കണം. അവസാനം വാപ്പ പറയും, ആരിവാ കുറെ നേരമായിട്ട് ഇവിടെ കൂക്കു വെക്കണം, ആരെ ബോംബ് വെച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. കാരണം ഇപ്പൊ അതിന്റെ കാലമല്ലേ, പേടിക്കേണ്ടി വരും. ഈ കൂക്കു എങ്ങനെ കേട്ടത്? നിങ്ങൾ പറയും, ഇത്രയും ബുദ്ധിയുള്ള പെണ്ണിന് അത് സൈലന്റ് ആക്കിയിട്ടാ കൂക്കു കേൾക്കൂലെന്ന്. എങ്ങനെ സൈലന്റ് ആവാനാ? ഇപ്പോഴത്തെ ചൈന സെറ്റ് ഹൗസിന്റെ അകത്ത് വീണാലും ബന്ധിയോട്ടോണ്ടിരിക്കുന്ന സെറ്റാ. അതല്ലേ പ്രിയമുള്ളവരെ, പള്ളിയിൽ നിന്ന് സുജൂദിൽ നിന്ന് എണീച്ചു വരുന്നതൊക്കെ, ഒന്നാമത്തെ സഭ്യ നിൽക്കുന്നതൊക്കെ ചിന്ന എന്ന് പറഞ്ഞ് എണീച്ചു വരിക, മൊബൈൽ പാട്ട് കേട്ടോണ്ടാ. ഈ ഒരവസ്ഥ നമുക്ക് വന്നു പോയത് എന്താ പ്രിയമുള്ളവരെ? ഇവിടെ എങ്ങനെയെങ്കിലും ഇബ്ലീസ് കൊടുക്കും, അവൻ ഉറപ്പാണ്, എങ്ങനെയെങ്കിലും കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിൽ കാണുന്ന സകല പെണ്ണുങ്ങളും നമ്മുടെ ഭാര്യയേക്കാൾ സുന്ദരിമാരല്ലേ? അതാണ് ഇബ്ലീസിന്റെ ഒന്നാമത്തെ ചിന്ത നമുക്ക് തരുന്നത്. നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ ഒരു പെണ്ണ്, ഓ അല്ലാഹുവേ, കുറച്ചാൾ കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ കാണാൻ പോയപ്പോ എനിക്ക് മാത്രം എന്താ കണ്ണും കണിഞ്ഞതും മൂക്ക് നീണ്ടതും തിമിരം ബാധിച്ചതൊക്കെ എന്ന് തോന്നുന്നത് എന്താ? ഇബ്ലീസ് തരുന്നതാ. നിന്റെ ഭാര്യ സുന്ദരി തന്നെയാടാ, നിന്റെ ഭാര്യയെ പോലെ സുന്ദരി ലോകത്ത് വേറെ അല്ല, നിനക്ക് അവള് തന്നെയാണ് മഹാറാണി. ഇത് വെച്ചോണ്ടിരിക്കണം, അല്ലാതെ പിന്നെ നാട്ടിലുള്ള മൊത്തവും കണ്ടിട്ട് അവള് വിട്ടുപോയി, ഇനിയിപ്പോ ഇരിക്കട്ടെ, എന്ത് ചെയ്യാൻ, ചുവന്നുകൊണ്ട് നടക്കാനല്ല, എന്ത് ചെയ്യാൻ പറ്റും, മക്കളൊക്കെ ആയില്ലേ, ഇനിയിപ്പോ വയസ്സാൻ കാലത്ത് ഇനിയിപ്പോ എന്താ, ഇങ്ങനെ പോകും. ഇത് പാടില്ല. നമ്മുടെ മനസ്സിൽ ആ ചിന്ത തരുന്ന ഇബ്ലീസാ. സഹോദരിമാരും അങ്ങനെ തന്നെ. സീരിയലൊക്കെ കാണുമ്പോ സീരിയലിലെ ഓരോ നടികള് അടിപൊളി ചുരിദാർ, തിളങ്ങണ മുത്തുള്ള സാരി കെട്ടുകൊണ്ട് താത്തായിരുന്നു. അല്ലാ, ഞാനൊരു സാരി വാങ്ങിച്ചിട്ട് 7 പെരുന്നാള് കഴിഞ്ഞ് ഇതുവരെ മാറ്റിയിട്ടില്ല. അവള് കണ്ടോ, ഫ്ലോറിയയുടെ സാരിക്ക് ഒരു കളറ്, ബ്ലൗസിന് അതേ കളറ്, കമ്മലിന് അതേ കളറ്, കണ്ണിന് ഒരു മഷി വരട്ടി അതിന് അതേ കളറ്, വള മാല എല്ലാത്തിനും ഒരേ കളറാ. എനിക്ക് മാത്രം അല്ലാഹുവേ കൂതറ കളർ.
ഇത് പറഞ്ഞ് കണ്ടിട്ട് അന്തം വിട്ടിട്ട് കാര്യമില്ല. ഇബ്ലീസ് നിന്റെ മനസ്സിന്റെ അകത്തേക്ക് ഈ ചിന്തകളെ വാരി കോരിത്തരും. എന്താ ഒന്നും മതിയാകാത്ത പോലെ. അതുകൊണ്ടല്ലേ ക്യാമ്പസിന്റെ മുന്നിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ കൂട്ടുകാർ ആരെന്ന് ചോദിച്ചാൽ പെൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ ഏറ്റവും കൂടുതൽ കൂട്ടുകാരെന്ന് ചോദിച്ചാൽ ആൺകുട്ടികളാ. ആണുങ്ങളുമായി പെണ്ണുങ്ങളുമായി കൂട്ടുകൂടുന്ന പരിപാടി ഇന്നില്ല. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹരം. എന്തിനേറെ കോളേജിലേക്ക് പോകുന്ന KSRT ബസിന്റെ സീറ്റിൽ പോലും പെണ്ണിരിക്കുന്നത് തന്റെ കൂട്ടുകാരനായ ബോയ് ഫ്രണ്ടിന്റെ മടിയില, സീറ്റിലല്ല. അതിനുവേണ്ടി ഒരുങ്ങി കോളേജ് കുമാരൻ രാവിലെ തന്നെ മുടിയൊക്കെ വളർത്തിയിട്ട് മൊബൈലൊക്കെ ചെല്ലി വെച്ച് ഇറങ്ങിയോടെ എന്ന് ചോദിച്ച് ബസിന്റെ അകത്ത് സീറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാ. ആ പെണ്ണവന്റെ മടിയിൽ വന്നിരുന്ന കുറ്റം പറയാൻ ഒരുത്തൻ മനസ്സ് കാണിക്കൂല. കാരണം കോളേജ് കുട്ടികളാ. ടിവിയിലൊക്കെ എന്നും കാണേണ്ടതാ വാപ്പ ഇങ്ങനെ വെള്ളത്തിലൂടെ നിയമസഭയുടെ മുമ്പ് പറന്നു പോണത്. എന്തിനാ? ജലപീരങ്കിയിൽ വാപ്പ നിന്ന് കുളിക്കാം. മക്കൾ ടി വി കണ്ടിട്ട് ചോദിക്കും, ഉമ്മ വാപ്പ വീട്ടിൽ ഷവറിൽ നിന്ന് കുളിക്കാറില്ല, എന്നും നിയമസഭയുടെ മുമ്പിലാണല്ലോ. എന്തേ കാരണം? ഇതൊക്കെ കാണുമ്പോ കോളേജിലെ കുട്ടികൾ ചെവരി ചേർത്ത് വെക്കുമെന്ന് പേടിച്ചിട്ട് ആരും ഒന്നും, ഡ്രൈവറും മിണ്ടൂല, കണ്ടക്ടറും മിണ്ടൂല. ആരും യവന്മാരടുത്ത് മിണ്ടിയാലുണ്ടല്ലോ കൂടിളവി വന്നാൽ കടന്തൽ വരണ പോലെയാ. അതുകൊണ്ട് മിണ്ടൂല. കോളേജ് കുട്ടികളെ കുറ്റം പറഞ്ഞതല്ല, ഇഷ്ടംപോലെ കോളേജുകൾ ക്യാമ്പസുകളിൽ ക്ലാസ് എടുക്കാനും പ്രസംഗിക്കാനും പോയവനാ ഞാൻ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു നാളെ നിന്റെ യുവത്വം എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ ഇത്തിരി പോലെ തൊലിവെളുത്ത പെണ്ണിന്റെ മരുന്ന് പുരട്ടിയ ചുണ്ടിന് വേണ്ടിയിട്ട്, മരുന്ന് പുരട്ടിയ മുഖത്തിന് വേണ്ടിയിട്ട്, സൈറ്റ് ചെയ്ത കാർപ്പന്റിന് വേണ്ടിയിട്ട്, മധുരമുള്ള ശബ്ദത്തിന് വേണ്ടിയിട്ട് അല്ലാഹു തന്ന ആരോഗ്യത്തെ ചെലവഴിച്ചെന്ന് പറഞ്ഞാൽ പിശാചിന്റെ കൂടെ നാലാമത്തെ നരകത്തിന്റെ കവാടം നിനക്ക് അല്ലാഹു ബുക്ക് ചെയ്തിരിക്കുകയാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വെറുതെ കിട്ടിയതല്ല യുവത്വം. അണവറയുടെ അകത്ത് നിന്ന് പ്രിയതമയെ മറന്നുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാന്റെ ഹബീബിന്റെ വിളിയാളം കേട്ട് ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങിപ്പോയ റളിയല്ലാഹു അൻഹുവിനെ മറക്കാൻ എങ്ങനെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് സാധിക്കും? അതൊക്കെ ജീവിതത്തിൽ ഇസ്ലാമിനെ ഖൽബ് കൊണ്ട് സ്നേഹിച്ചവരുടെ ചരിത്രമാ. അവരുടെ പരിസരത്ത് പോലും ഇബ്ലീസിന് കടന്നു വരാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ അന്തരീക്ഷങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. ആ അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒരുമിച്ച് വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക.